So hi. Hello, welcome to 90 plus double partition, the world's first learning assurance model. Hello, Aradhya. Can you hear me? Aradhya, can you hear me? Yes, ma'am, I can. Okay. Is still there is issue with your camera? Yeah, ma'am. Okay, fine. So before moving into our workout session, I'll just explain how our 90 plus double partition works. Okay, so each chapter is divided into 3 days, day one, day two, day three, and we'll learn some concepts in the day one. The next day we'll have the workout session of it. Similarly, we'll day. Okay, hi, Isyan. Okay. And in day two, we'll learn some other concepts, and the next day we'll have the workout session. And by day three, we'll end the chapter. We'll finish the complete chapter. Okay, so that you'll be able to learn the same concepts twice. Okay. Okay. So today we are at the concept session or the workout session. Aradhya. Workout section. Workout session of day one. Right. Okay. So we have uh some more students to be joined. Mohammed Disyan, hello, how are you? Hello, Mohammed. Unmute ചെയ്യാവോ? Okay. So ആരാധ്യ പഠിച്ചോ? ഇന്നലെ എടുത്ത കാര്യങ്ങളൊക്കെ പറ്റുന്നില്ലേ? പഠിച്ചു. Okay. So let's just wait 5 more minutes so that others can join us. Hi, Midina. Okay, hi. Good evening, everyone. നമുക്കൊരു 5 minutes നോക്കാം അല്ലേ? നമുക്ക് വസുദേവ് ജോയിൻ ചെയ്യാനുണ്ട്. പിന്നെ ആരൊക്കെയോ ജോയിൻ ചെയ്യാനുണ്ട്. നമുക്കൊരു 5 minutes നോക്കാം. മിഥുന, can you please turn on your camera? ഹലോ, മിഥുന കേൾക്കുന്നുണ്ടോ? മിഥുന, ആരാധിക്ക് കേൾക്കാവോ? മാം, ഐ എം ഇൻ ട്രെയിനിലാണോ? ഓക്കെ. ഹായ് ജീൻ പോൾ, ഹായ്. ഹായ് എവ്രി വൺ. Hi, ma'am. ഹായ്. Okay. So we have some more to be joined. വസുദേവ്, പിന്നെ കശ്വി, അങ്ങനെ കുറച്ച് പേര് ഹാസ് ടു ബി ജോയിൻഡ്. ഓക്കെ. ഓക്കെ, എല്ലാവർക്കും സുഖല്ലേ? ആണോ മുഹമ്മദ്? എന്തായാലും എടുത്തൊക്കെ പഠിച്ചായിരുന്നോ? ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു ക്ലിയർ ഇറ്റ് ബൈ ടുഡേസ് ക്ലാസ്. ഓക്കെ. ജീന് ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല മിസ്. ഇല്ല. ഓക്കെ. സോ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വി ക്യാൻ ലേൺ ഇൻ ദ വർക്ക്ഔട്ട് സെഷൻ, ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം കേട്ടോ. ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് അതെങ്ങനെയാ ചാപ്റ്റർ. മിസ് ചോദിക്കാൻ പോണ, അല്ലെങ്കിൽ മറ്റേ സാധാ ഇന്നലെ ചെയ്ത മാതിരി അല്ല, ഇന്നലെ ചെയ്ത ടൈപ്പ് പോലെ എക്സാം ഇല്ല. പക്ഷെ ഐ വിൽ ആസ്ക് യു ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ ഞാൻ ഒരാളോട് അങ്ങനെ 1 at a ടൈം ആയിരിക്കും. അപ്പൊ ആ ആള് മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാ. ബാക്കിയുള്ളവർക്ക് യു ക്യാൻ റൈറ്റ് ദി ആൻസേഴ്സ് ഇൻ ചാറ്റ് ബോക്സ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടും, ചാൻസസ് കിട്ടും. ഓക്കെ. ഓക്കെ ഹായ് മിസ്. വസുദേവ്, ഹായ്. ഹായ്, ഹലോ. എല്ലാവരും വരുന്നവര് ക്യാമറ ടേൺ ഓൺ ചെയ്ത് വെക്കണേ. Good evening, ഓക്കെ. ma'am. ഗുഡ് ഈവനിങ്. 1 2 3 4 5 6 2 മോർ. 2 പേരും കൂടെ ജോയിൻ ചെയ്യാനുണ്ടല്ലോ. കശ്വി ആൻഡ് ഹംന. ആ വന്നോ? ഹംന ജോയിൻ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് കശ്വി കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. ബൈ 6:35 തന്നെ നമുക്ക് എക്സാക്ട്ലി നമുക്ക് മാം, ഇഫ് ദർ ഇസ് എനി പ്രോബ്ലം ഇഫ് ഐ വോണ്ട് ബി ഏബിൾ ടു ആൻസർ എനി ക്വസ്റ്റ്യൻ, പ്രോബ്ലം ഒന്നുമില്ല. വിൽ ലേൺ ഇറ്റ്. നമ്മുടെ അതിന്റെ ആൻസർ എന്താന്ന് നമ്മള്
പഠിക്കും. പക്ഷെ വർക്കൗട്ട് സെഷനിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ മുന്നേ എടുത്ത കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് ക്വിക്കായിട്ട് എല്ലാം ഒന്നും കൂടി പഠിക്കും. ഓക്കെ, ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് തരും. അപ്പൊ അന്നേരം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഓക്കെ ഓക്കെ. സോ കശ്വികോട് ജോയിൻ ചെയ്യാനുണ്ട്. ഓക്കെ, ബട്ട് ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, സോ ഇന്നലത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കിയോ? എല്ലാവരും പഠിച്ചോ വസുദേവ്? യെസ് മാം. യെസ്. ഓക്കെ, ഹംന നോക്കിക്കേ, ഇതാ ക്യാമറ ഓൺ അല്ല ഇവരുടെ ആരുടെയും. മാം നെറ്റ് കുറവുണ്ട്, അതുകൊണ്ട് നെറ്റ് മഴയായതുകൊണ്ടാ. ക്യാമറ ഓൺ ചെയ്ത് വെക്കാൻ പറ്റുന്നവരെല്ലാം ഒന്ന് ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ. ഹായ് റയാൻ. റയാൻ ഇന്നലെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഇല്ല, എസ്റ്റുഡീസ് ക്ലാസ്സിന് ഇല്ലായിരുന്നല്ലേ? ഓക്കെ, അപ്പൊ റയാൻ എസ്റ്റുഡീസ് ക്ലാസ് യു ക്യാൻ ആസ്ക് യുവർ CT ഫോർ ദ റെക്കോർഡഡ് വീഡിയോസ്. ഓക്കെ, കാണണേ. ഓക്കെ, ആൻഡ് ഓൾസോ വിൽ ഗീവ് എ ക്വിക്ക് റീക്യാപ്പ് തരും, എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ മോർ ഡീറ്റെയിൽഡ് ആയിട്ട് എസ്റ്റുഡീസ് വീഡിയോ യു ക്യാൻ ആസ്ക് യുവർ CT. ഓക്കെ, റെക്കോർഡഡ് വീഡിയോ. ഓക്കെ, പിന്നെ ആരാ? ഓക്കെ, സോ ലെറ്റ് us start with a recap. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു ഹംന? ജേർണി ഇൻസൈഡ് ആൻ ആറ്റം. ജേർണി ഇൻസൈഡ് ദി ആറ്റം. ഹംനയുടെ അവിടെയാണോ നെറ്റ് ഇഷ്യൂ ഉള്ളത്? അതുകൊണ്ടാണോ ക്യാമറ ഓൺ ആക്കാത്തെ? ഓക്കെ ഓക്കെ. ബാക്കി എല്ലാവരും ക്യാമറ ടേൺ ഓൺ ചെയ്ത് വെക്കാൻ പറ്റുന്നവരെല്ലാവരും മേക്ക് ഷുവർ ദാറ്റ് യുവർ ക്യാമറ ഈസ് ഓൺ. ഓക്കെ, സോ യു ആർ ലേണിംഗ് ജേർണി ഇൻസൈഡ് ദി ആറ്റം ഫോർ ദി യെസ്റ്റർഡേസ് ക്ലാസ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ച? മാറ്റർ എന്താന്ന് പഠിച്ചല്ലേ? ആരാ പറയാ മാറ്റർ എന്തായിരുന്നു എന്ന്? ആരാധ്യ പറയാവോ? ആരാധ്യ, ഇഫ് യു ആർ ഏബിൾ ടു ആൻസർ, can you please answer what is matter? Yes, ma'am. Yes. Okay, matter എന്താന്ന് പറഞ്ഞോ? Matter is anything that has mass and occupies space, ma'am. Yes. Matter is any substance which has mass and which has volume or which has mass and which occupies space അല്ലേ? സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയാം. മാറ്റർ അല്ലാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it will be anything like which don't have mass or which don't have volume or both at a time. Okay, നമ്മുടെ ഇമോഷൻസ്, തോട്ട്സ്, ഫീലിങ്സ് ഇതൊക്കെ മാറ്റർ അല്ല. All other things which have mass and volume is matter. Okay, പിന്നെ നമ്മൾ പഠിച്ചത് every matter is made up of every matter is made up of tiny particles എന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലേ? ആ പാർട്ടിക്കിൾസിനെ what we call in science, മുഹമ്മദ് ഇസ്യാൻ, നമ്മൾ എന്തായിരുന്നു? every matter is made up of tiny particles and these tiny particles are called as, ഇസ്യാൻ അൺമ്യൂട്ട് ചെയ്യാവോ? യെസ്, ആറ്റംസ് ആണല്ലേ? ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചാറ്റ് ബോക്സിലെങ്കിൽ ആൻസർ പറയണം കേട്ടോ. സോ എവ്രി മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. ആ പാർട്ടിക്കിൾസിനെ വി കോൾ ഇറ്റ് ഇസ് ആറ്റംസ്. ഓക്കെ, നമ്മൾ ബയോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, അവർ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ്. അതേപോലെ എവ്രി മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് ജോയിൻ ടുഗെദർ ചെയ്തിട്ടാണ് വിൽ സി എ മാറ്റർ. ഓക്കെ, സോ ഈ പാർട്ടിക്കിൾസിനെ വാട്ട് വി കോൾ ഇൻ സയൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് ആറ്റംസ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് തിയറി അല്ലെങ്കിൽ ആൻഷ്യൻ ടൈംസിൽ നമ്മുടെ ഈ ആറ്റത്തിനെ ഡിഫൈൻ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു വസുദേവ്? ആൻഷ്യൻ ടൈംസിൽ ഈവൻ ബിഫോർ ഡാൾട്ടൺ, അതായത് ഒരു എക്സ്പെരിമെന്റൽ ബേസിസിലല്ലാതെ തിയറിറ്റിക്കൽ ബേസിസിൽ എങ്ങനെയായിരുന്നു ആറ്റത്തിനെ കണ്ടോണ്ടിരുന്നേ? വി ഹാവ് ദ സ്ലൈഡ് ഹിയർ. ഓക്കെ, മാം പരമാണു എന്നിട്ട് മാം ചോദിക്കുന്നത് ബേസിക്കലി അതിന്റെ പേരാണോ? അതായത് ഇപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കാം, ലൈക്ക് ഒരു എക്സ്പെരിമെന്റൽ ബേസിസിലല്ലാതെ ഹൗ വാസ് ഫസ്റ്റ് ആറ്റം ഡിഫൈൻഡ് ഓർ വാട്ട് വേർ ദ ഐഡിയാസ് അബൌട്ട് ആറ്റംസ് ഇൻ ആൻഷ്യൻ ടൈംസ് ഓർ ഇൻ ആൻഷ്യൻ ഇന്ത്യ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. Smallest particles, and you can also give these points. Okay, Acharya Kannada was the first scientist who gave this name like Paramanu for atoms. Okay, smallest particles that no longer can be divided. It cannot be divided further.
ഇനി നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊന്നും ഈ ഫൈൻഡിങ്സ് ഒന്നും ഇറ്റ് വാസ് നോട്ട് ഓൺ എക്സ്പെരിമെന്റൽ ബേസിസ്, ഇത് പ്യുവർലി ഫിലോസഫിക്കൽ ആയിരുന്നു. അവരുടെ തോട്ടിൽ വന്ന കാര്യങ്ങൾ അവർ പറയുന്നു ആൻഡ് ഓൾസോ അതിന് നെയിം ചെയ്യുന്നു. ഓക്കെ, പിന്നെ അവിടെ തന്നെ ദ സെയിം സയന്റിസ്റ്റ് ഓർ ദ സെയിം ഫിലോസഫർ എന്താണ് അവിടെ കൊടുത്തേക്കുന്നത്? കോമ്പിനേഷൻ ഓഫ് 2 പരമാണു, 2 ആറ്റംസ് ജോയിൻ ചെയ്താൽ ഇറ്റ് വിൽ ഫോം ഡയാഡ്സ്. 3 ആറ്റംസ് ജോയിൻ ചെയ്താൽ, വിച്ച് മീൻസ് അന്നേരം ആറ്റംസ് എന്ന് പേരില്ല, ഇറ്റ് ഇസ് പരമാണു. ഓക്കെ, പരമാണു. ആറ്റംസ് എന്ന് പിന്നീടാണ് പേര് വന്നത്. ആറ്റംസ് എന്ന് പേര് കൊടുത്ത സയന്റിസ്റ്റുകൾ ആരാ? ആരാ അറിയാൻ? ഇവരാരാ? റീഡ് ഔട്ട് ചെയ്താൽ മതി, ഇവിടെ ഉണ്ട്. ആറ്റംസിന്, അതായത് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ മാറ്റർ, അതിന് ആറ്റംസ് എന്ന് പേര് കൊടുത്ത ആരാ? ഹു നെയിംഡ് ഇറ്റ് ആറ്റംസ് ഓർ ആറ്റമോസ്? ഇവർ രണ്ടുപേരും, ഡെമോക്രിറ്റസ് ആൻഡ് ലൂസിപ്പസ്. ഇവരുടെ എല്ലാം ഫൈൻഡിങ്സ് ഇറ്റ് വാസ് നോട്ട് ബേസ്ഡ് ഓൺ എന്താണ് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല, തിയററ്റിക്കൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ മാത്രമായിരുന്നു. ഫസ്റ്റ് എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് ആറ്റംസ് ആരാ ചെയ്തത്? ആരാ പറയാ ആൻസർ? ഫസ്റ്റ് എക്സ്പെരിമെന്റൽ ബേസിസിൽ ആറ്റത്തിനെ ഡിഫൈൻ ചെയ്ത ആ ഒരു തിയറി ഏതാ? എല്ലാരും ഇന്നലത്തെ പഠിച്ചല്ലേ? ആരായിരുന്നു അത്? സേ, ആർക്ക് വേണേലും പറയാട്ടോ. Can you repeat the question? ഓക്കെ, സോ ഇത് നമ്മൾ പറഞ്ഞ എന്താ? ആൻഷ്യൻ ടൈംസിലെ ആറ്റംസിന്റെ ഐഡിയ. ആചാര്യ ഖന്നാഡ പ്രപ്പോസ് ദാറ്റ് സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ മാറ്റർ ദാറ്റ് കെ നോട്ട് ബി നോ ലോങ്ങർ ഡിവൈഡഡ് ഓർ വിച്ച് കെ നോട്ട് ബി ഫർദർ ഡിവൈഡഡ്, അതിനെ ഹി കോൾഡ് ഇറ്റ് ഇസ് പരമാണു. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് 2 പരമാണു വിൽ ഫോം ഡയാഡ്സ്, കോമ്പിനേഷൻ ഓഫ് 3 പരമാണു വിൽ ഫോം ട്രയാഡ്സ്, അങ്ങനെ ഇറ്റ് കണ്ടിന്യൂസ്. ഓക്കെ, പിന്നെ and later ancient times other 2 philosophers called Democritus and Leucippus called these particles which were indivisible, the smallest particle of atoms, as atomos. Atomos in the meaning തന്നെ indivisible നാട്ടോ. അപ്പൊ ഈ തിയറീസ്, ഇത്രയും കാര്യങ്ങള് ഇറ്റ് വാസ് നോട്ട് ബേസ്ഡ് ഓൺ എനി എക്സ്പെരിമെന്റ് ഒന്നും ചെയ്ത് അവർ കണ്ടുപിടിച്ച കാര്യങ്ങളല്ല. ഇത് അവരുടെ തോട്ട്സിൽ വന്ന കാര്യങ്ങൾ, ജസ്റ്റ് ഫിലോസഫിക്കൽ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ് വാസ് നോട്ട് സ്റ്റഡീഡ് ഓൺ ആൻ എക്സ്പെരിമെന്റൽ ബേസിസ്. സോ ഫസ്റ്റ് ആദ്യമായിട്ട് എക്സ്പെരിമെന്റൽ ബേസിസിൽ ആറ്റത്തിനെ ഡിഫൈൻ ചെയ്ത ആ ഒരു തിയറി ഏതാ? നമ്മൾ ആ തിയറിന്ന് തുടങ്ങിയത്. ദ ഫസ്റ്റ് ആറ്റം മോഡൽ ബേസ്ഡ് ഓൺ ആൻ എക്സ്പെരിമെന്റൽ സ്റ്റഡി. ഓർക്കുന്നില്ലേ? ജി തോംസന്റെ ആണോ? അല്ല, അതിനു മുന്നേ ജസ്റ്റ് ആറ്റം ഒരു സ്പിയേഴ്സ് ആണ്. ഡാൾട്ടൺസ് ആറ്റമിക് തിയറി ആട്ടോ. ഇറ്റ് ഇസ് ഡാൾട്ടൺസ് ആറ്റമിക് തിയറി. ജോൺ ഡാൾട്ടൺ ആണ് ഫസ്റ്റ് ഈ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസിനെ ഒരു എക്സ്പെരിമെന്റൽ ബേസിസിൽ സ്റ്റഡി ചെയ്തിട്ട് ഹി ടോൾഡ് ദാറ്റ് ആറ്റംസ് ആർ ജസ്റ്റ് സ്പിയേഴ്സ് ആണ് ആൻഡ് റെസ്റ്റ് എവറിത്തിങ് ഇസ് സെയിം. യു കനോട്ട് കട്ട് ഇറ്റ് ഓർ യു കനോട്ട് ഡിവൈഡ് ഇറ്റ് ഫർദർ. ഇത് ജസ്റ്റ് സ്പിയേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ഹി ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് കുറച്ച് കാര്യങ്ങളോടെ പറഞ്ഞായിരുന്നല്ലേ, ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ ഓൾ പ്രോപ്പർട്ടീസ്. ഐഡന്റിക്കൽ ആന്ന് പറഞ്ഞു. ആൻഡ് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആർ ഡിഫറെന്റ് ഇൻ ഓൾ പ്രോപ്പർട്ടീസ് എന്നും പറഞ്ഞു. ഓർക്കുന്നില്ലേ വസുദേവ്? എനിക്ക് ആരെയും കാണുന്നില്ലാത്തോണ്ട് ഞാനെ കാണാം. ഓക്കെ, ഞാൻ ആരോടോ പറയുന്ന പോലെ ഉണ്ട്. കശ്വി, എല്ലാരും ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നവർ ഓൺ ആക്കണേ. ഓക്കെ മാം, ഞാനിപ്പോ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ലാപ്പിലോട്ട് ചേഞ്ച് ആക്കും. ലാപ്പ് കാക്കല്ലേ, അച്ഛൻ കാക്കയോ? ഓക്കെ, അങ്ങനെ. ഓക്കെ ഞാൻ പെട്ടെന്ന് ഓർത്തു, അങ്ങനെ ഓർത്തുപോയി. എന്തോ ഒരു വരുന്നില്ല, സൂം ഇതില് ആപ്പ് ഇല്ലാത്തോണ്ട് ഓക്കെ എന്തോ പറയുന്നുണ്ട്. സോ ഞാൻ ഇപ്പൊ മാറ്റും. ജസ്റ്റ് കുറച്ച് ഓക്കെ, എന്നിട്ട് ഓൺ ആക്കിയാൽ മതി. ഓക്കെ, ഹംന, ജീൻ പോൾ, എല്ലാവർക്കും ക്യാമറ ഓൺ ആക്കാൻ പറ്റുവാണെങ്കിൽ യു ഹാവ് ടു ഓൺ ഇറ്റ്. ഓക്കെ, അത് നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ യു ക്യാൻ കീപ് ഇറ്റ് ഓൺ. ഓക്കെ, ഓക്കെ. സോ നമ്മുടെ ഡാൾട്ടന്റെ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ആയിരുന്നു ഓൾ മാറ്റർ ഇസ് മേഡ് അപ്പ് ഓഫ് വെരി ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ. ആറ്റംസിന്റെ മീനിങ് തന്നെ ഇൻഡിവിസിബിൾ എന്നാണ്. വിച്ച് കെൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ദിസ് തിയറി വാസ് ബേസ്ഡ് ഓൺ സയന്റിഫിക് എക്സ്പെരിമെന്റ്സ്. ഇവിടെ നമുക്ക് 2 കാര്യങ്ങളോടെ പഠിക്കാനുണ്ട്. ഡാൾട്ടൺ ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ആറ്റംസ് ഓഫ് എ സെയിം എലമെന്റ്, ഫോർ എക്സാമ്പിൾ നമ്മളത് എങ്ങനെയാ പഠിച്ചത്? ഹൈഡ്രജൻ. ഇപ്പൊ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജന്റെ ആറ്റംസിന് എല്ലാവർക്കും സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഒരു പ്രോപ്പർട്ടി പോലും വിൽ നോട്ട് ബി ഡിഫറെന്റ് എന്നാണ് പറഞ്ഞത്. അതേപോലെ ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റംസിന് എല്ലാ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആയിരിക്കുന്നുമാണ് നമ്മുടെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത് ഹൈഡ്രജൻ.
ഓക്കെ, ഇത് പൊട്ടാഷ്യം. ഹൈഡ്രജന്റെ ആറ്റംസും പൊട്ടാഷ്യത്തിന്റെ ആറ്റംസിനും എല്ലാ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആയിരിക്കും. ഒരു പ്രോപ്പർട്ടി പോലും സെയിം ഉണ്ടാവില്ല എന്നായിരുന്നു ഡാൾട്ടൺ പറഞ്ഞത്. ഓക്കെ, കിട്ടിയോ? അപ്പൊ മെയിൻ പോസ്റ്റുലേറ്റ്സ് ആണ് ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ ആന്ന് പറഞ്ഞു. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് വിൽ ബി ഡിഫറെന്റ് ഇൻ ഓൾ ഓഫ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് will be same in all of its properties. പക്ഷെ ഡാൾട്ടൺസ് തിയറി റോങ് ആണെന്ന് പിന്നീടുള്ള സയന്റിസ്റ്റുകൾ പ്രൂവ് ചെയ്തല്ലേ? എവിടെയൊക്കെ ഡാൾട്ടന്റെ ഏതൊക്കെ പോസ്റ്റുലേറ്റ്സാ തെറ്റിപ്പോയത്? ഈ 3 മെയിൻ പോസ്റ്റുലേറ്റ്സ് ആയിരുന്നു ഡാൾട്ടന്റെ ഫെയിൽ ആയി പോയത്. അത് നമ്മൾ എന്തിന്റെയൊക്കെ ഡിസ്കവറി കാരണമായി 3 മെയിൻ പോസ്റ്റുലേറ്റ്സ് ഫെയിൽ ആയി പോയ? ആരാ പറയാ? Who will say the answer for this one? First one, Dalton പറഞ്ഞു atoms are made up of tiny particles, you cannot divide it further. അതെന്തോ ഡിസ്കവർ ചെയ്തപ്പം അത് തെറ്റി. ഓക്കെ, സെക്കൻഡ് തിങ്, ആറ്റംസ് ഓഫ് ഓൾ എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ എന്ന് പറഞ്ഞു. അതെന്തോ ഡിസ്കവർ ചെയ്തപ്പം അതും പോയി. ഓക്കെ, ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഓൾ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആന്ന് പറഞ്ഞു. അതും എന്തിനോ ഡിസ്കവർ ചെയ്തപ്പം ദാറ്റ് ഓൾസോ വെന്റ് റോങ്. അത് ആരാ പറയാ? മറന്നുപോയോ എല്ലാരും? Will say the answer for that? The main thing ആണ് ട്ടോ ഡാൾട്ടന്റെ postulates. Which of the 3 postulates of Dalton was proved to be wrong by the discovery of what? അതായിരിക്കും question. Ma'am, the first one. First one പറഞ്ഞോ വസുദേവ്. Ma'am, J.J. Thomson കണ്ടുപിടിച്ചില്ലേ ഫസ്റ്റ് ഇലക്ട്രോൺ? electrons. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. പിന്നെ ആരൊക്കെയാ? പിന്നെ ഇലക്ട്രോൺ ഉണ്ട്, പിന്നെ ആരൊക്കെയോ കണ്ടുപിടിച്ചില്ലേ ബാക്കി ആൾക്കാരെ? അതും ഇതിനകത്ത് പറയാം. About proton. പ്രോട്ടോൺ. Neutron ഓക്കെ, was found by wait, I forgot who found out neutron. ചാഡ്വിക്. ഓക്കെ, ചാഡ്വിക്. ഓക്കെ, അപ്പൊ എന്തായാലും ജസ്റ്റ് സയന്റിസ്റ്റുകളുടെ പേര് മെമ്മറൈസ് ചെയ്യാനേ ഉള്ളൂ. ഫസ്റ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ഡാൾട്ടൺ തന്നെ തെറ്റിപ്പോയത്. ഇറ്റ് വാസ് ഡ്യൂ ടു ദ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ബൈ വേരിയസ് സയന്റിസ്റ്റ്. ഓക്കെ, ഓർ ബൈ ദ ഡിസ്കവറി ഓഫ് ദി സബാറ്റോമിക് പാർട്ടിക്കിൾസ്. ഓക്കെ, സെക്കൻഡ് വൺ, ആറ്റംസ് ഓഫ് ഓൾ എലമെന്റ്സ് വിൽ ബി ഐഡന്റിക്കൽ ഇൻ ഓൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു. അത് നമ്മൾ ഇന്നലെ വേറൊരു കാര്യം പഠിച്ചായിരുന്നു. ആരെയോ ഡിസ്കവർ ചെയ്തപ്പം ആ പോസ്റ്റുലേറ്റും തെറ്റിപ്പോയി. അത് ആരായിരുന്നു? വസുദേവന് ഓർമ്മയുണ്ടോ? ഇല്ല. Can I repeat the question? സെക്കൻഡ് പോസ്റ്റുലേറ്റ് അല്ലേ? അതായത് ഡാൾട്ടൺ പറഞ്ഞു ആറ്റംസ് ഓഫ് ഓൾ എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ ഓൾ ഓഫ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. നോ പ്രോപ്പർട്ടീസ് വിൽ ബി ഡിഫറെന്റ് ഫോർ ദ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്. അതായത് ഫോർ ഹൈഡ്രജന്റെ അകത്തുള്ള എല്ലാ ആറ്റം, എല്ലാ പ്രോപ്പർട്ടിയും സെയിം ആയിരിക്കും. ഈ 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. ലൈക്ക് ഹൈഡ്രജന്റെ എല്ലാ ആറ്റംസും എല്ലാ പ്രോപ്പർട്ടീസിലും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ആ പോസ്റ്റുലേറ്റ് റോങ് ആണെന്ന് പിന്നീട് കണ്ടുപിടിച്ചു. അതെന്താ? യെസ്, ഐസോടോപ്സ്. ഓക്കെ, അപ്പൊ മറ്റേത് ആരായിരിക്കും? Isotopes. മറന്നുപോയല്ലേ? ഐസോബാസ്. ഓക്കെ, നമുക്ക് ക്വിക്ലി അത് ഒന്നുകൂടി നോക്കാം. സോ ഡാൾട്ടൺ പറഞ്ഞായിരുന്നു ഇറ്റ് ഇസ് ലൈക്ക് ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഹാവ് ഓൾ ദെയർ പ്രോപ്പർട്ടീസ് സെയിം. ഓക്കെ, സോ അന്നേരം ഹൈഡ്രജന്റെ 3 ആറ്റംസ്, ഹൈഡ്രജൻ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ഇതുപോലെ വേറെയും എലമെന്റ്സ് ഉണ്ട് ഹൂസ് ആറ്റംസ് ആർ ഹാവിംഗ് സെയിം പ്രോപ്പർട്ടീസ് ഉള്ളവരും ഉണ്ട്. സോ വി ക്യാൻ ലേൺ ഇറ്റ് ബൈ ഹൈഡ്രജൻ. ഓക്കെ, നമുക്ക് വേറെ ഉണ്ട്. അപ്പൊ ഹൈഡ്രജന്റെ തന്നെ 3 ആറ്റംസ് കണ്ടുപിടിച്ചു. ലൈക്ക് ഓൾ ഓഫ് ഇറ്റ് ഇസ് ഹാവിംഗ് ദ സെയിം അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ വിൽ നോട്ട് ചേഞ്ച് ബിക്കോസ് ഇറ്റ് ഇസ് ദ ഐഡന്റിറ്റി നമ്പർ ഓഫ് ദീസ് എലമെന്റ്സ്. ഓക്കെ, ഒരു എലമെന്റിന് these are the atoms of the same element itself. അതുകൊണ്ട് അവരുടെ atomic number remains the same. പക്ഷെ ഹൈഡ്രജന് one of the atom has mass number 1, one of the other atom has mass number 2 and the other atom has mass number 3. കണ്ടോ? ഡാൾട്ടൺ പറഞ്ഞ പോലെ ആയിരുന്നെങ്കിൽ ഈ മാസ് നമ്പേഴ്സ് ഷുഡ് ഓൾസോ ഹാവ് ബീൻ സെയിം. എല്ലാ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കണമെങ്കിൽ their masses-ഉം സെയിം ആയിരിക്കണമായിരുന്നു. പക്ഷേ ഐസോടോപ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് we call isotopes. We call them as isotopes. Isotopes are the elements or the atoms of the same elements having same atomic number but different mass number. ഡാൾട്ടൺ പറഞ്ഞ തെറ്റിയോ കശ്മി? അവിടെ തെറ്റിയല്ലേ? ഓക്കെ, ഡാൾട്ടൺ പറഞ്ഞ ആ സെക്കൻഡ് പോസ്റ്റുലേറ്റ് അവിടെ തെറ്റി. ഇതേപോലെ ക്ലോറിൻ, ഇപ്പൊ വേറെ എടുക്കുക. ക്ലോറിന്റെ 2 ആറ്റംസ്. The atomic number of chlorine is 17. Okay, but one of the chlorine atom was found to have the mass number 35 and other one 37. So these are the atoms of same element chlorine, but they are differing in their mass. So one property avade same ആയില്ലേ? One property same ആയി. Okay, so sorry, same അല്ല, different ആയി. അപ്പൊ ഡാൾട്ടൺ പറഞ്ഞത് എന്താണ്?
സെയിം ആറ്റത്തിന് എല്ലാ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ തന്നെ മാസിൽ ചേഞ്ച് വന്നു. സോ അങ്ങനെയുള്ള എലമെന്റ്സ്, ഇങ്ങനെയുള്ള ആറ്റംസിനെ വി കോൾ ഇറ്റ് as isotopes. Okay, isotopes are the atoms of the same element. That's why they will have the same atomic number but different mass number. Okay, isobars. Third postulate of Dalton was that atoms of different element will have all their properties different. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം scientists discovered some elements have same mass numbers. Okay, some elements, different elements exist ചെയ്യുന്നുണ്ട് which have the same mass numbers. For example, argon, potassium, കാൽഷ്യം, ഇവർ മൂന്നുപേരും 3 ഡിഫറെന്റ് എലമെന്റ്സ് അല്ലേ? സോ ഡാൾട്ടൺ പറഞ്ഞ പോലെ ആണെങ്കിൽ all these 3 elements should differ in all their properties. പക്ഷേ what happened എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാവരുടെയും മാസസ് സെയിം ആയിട്ട് കണ്ടു. ലൈക്ക് ആർഗന്റെ മാസം 40, പൊട്ടാഷ്യത്തിന്റെ മാസം 40, കാൽഷ്യത്തിന്റെ മാസം 40. But their atomic numbers will be different anyway, right? Because ഇവർ മൂന്നുപേരും 3 ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള atoms who are having same mass numbers, okay, but different atomic numbers, which means they are atoms of different element. അങ്ങനെയുള്ളവരെ we call it as isobars. Okay, clear ആയോ? മറന്നുപോയവര് ആരായിരുന്നു മറന്നുപോയത്? ഇത് മറന്നുപോയവർക്ക് ഇപ്പൊ ഇത് ക്ലിയർ ആയോ? Yes, ma'am. കശ്മി ക്ലിയർ? ഓക്കെ. ആരാധ്യ, എവ്രിവൺ ക്ലിയർ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സോ ദീസ് ആർ ദ മെയിൻ 3 things or main 3 discoveries which made Dalton's atomic theory wrong. Okay, ഡാൾട്ടന്റെ ആറ്റോമിക് തിയറിയിൽ ഡാൾട്ടൺ ആറ്റംസിനെ അപ്പൊ ജസ്റ്റ് സ്പിയേഴ്സ് ആയിട്ടേ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നോ സബാറ്റോമിക് പാർട്ടിക്കിൾസ്, നോ ഐസോടോപ്സ്, നോ ഐസോബാർസ് ഒന്നുമില്ല. നെക്സ്റ്റ് വൺ നമ്മൾ ആരിലേക്കാ പോവുക? ഇറ്റ് വാസ് തോംസൺ അല്ലേ? ഓക്കെ, സോ തോംസൺ എങ്ങനെയായിരുന്നു ആറ്റം മോഡൽ? തോംസന്റെ ഗ്രേറ്റ് ഡിസ്കവറി എന്തായിരുന്നു? Who will say the answer? തോംസൺ എന്താ കണ്ടുപിടിച്ചേ? ഇലക്ട്രോൺസ്. തോംസൺ കണ്ടുപിടിച്ച ഇലക്ട്രോൺസ് ആയിരുന്നല്ലേ? ഇലക്ട്രോൺ കണ്ടുപിടിച്ച Yes, ma'am. എക്സ്പെരിമെന്റിന്റെ പേരെന്തായിരുന്നു? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് എക്സ്പെരിമെന്റ്? ഗ്യാസ് ഡിസ്ചാർജ്. ഗ്യാസ് ഡിസ്ചാർജ് കാഥോഡ് റേ എക്സ്പെരിമെന്റ് എന്ന് പറയല്ലേ? എക്സ്പെരിമെന്റ്. യെസ്, കാഥോഡ് റേ എക്സ്പെരിമെന്റ് യൂസ് ചെയ്തിട്ട് തോംസൺ ഡിസ്കവേർഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ കാഥോഡ് റേ എക്സ്പെരിമെന്റ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു, അതിൻ്റെ അകത്ത് ഒരു ഗ്യാസ് അറ്റ് ലോ പ്രഷറിൽ ഫില്ല് ചെയ്തു, ആൻഡ് ഓൾസോ 2 മെറ്റൽ പ്ലേറ്റ്സ് കണക്ട് ചെയ്തു. ഓക്കെ, ഈ മെറ്റൽ പ്ലേറ്റ്സിനെ വി കോൾ ഇറ്റ് as ഇലക്ട്രോഡ്സ്. ഇലക്ട്രോഡ്സ് ആയിരിക്കും. 1 ഇലക്ട്രോഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ്, ആനോഡ്. നെഗറ്റീവ് ഇലക്ട്രോഡ് ഇസ് കോൾഡ് as കാഥോഡ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ഒരു ബാറ്ററി സെല്ലിനോട് കണക്റ്റഡ് ആണ് ടു പ്രൊവൈഡ് ദ ഇലക്ട്രിസിറ്റി ഇൻസൈഡ് ഇറ്റ്, ഓർ ടു മേക്ക് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദിസ്. ഓക്കെ, സോ സ്വിച്ച് ഓൺ ചെയ്തു, ഇലക്ട്രിസിറ്റി പോകുന്നു. വാട്ട് ഹാപ്പൻഡ്? He noticed that some rays were emitted from the cathode and moved towards anode. Cathode നിന്ന് it moved towards എങ്ങോട്ടാ പോയത്? പോസിറ്റീവ് സൈഡ്, പോസിറ്റീവ് പ്ലേറ്റിലേക്ക് പോയി. So which means that ഈ emit out ചെയ്ത rays are having negative charge. നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ടല്ലേ അത് പോസിറ്റീവ് സൈഡിലേക്ക് പോയത് കശ്മി? ആണല്ലോ അല്ലെ? ഓക്കെ, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്. അപ്പൊ നെഗറ്റീവ് സൈഡിൽ നിന്ന് സംതിങ് എമിറ്റഡ് ആൻഡ് ഇറ്റ് വെന്റ് ടു ദ പോസിറ്റീവ്, വിച്ച് മീൻസ് ആനോഡിലേക്ക് പോയി. സോ നോട്ട് ഡാൾട്ടൺ, ആരായിരുന്നു ഇത്? ഓക്കെ, തോംസൺ നോട്ടീസ് ദാറ്റ് ഇത് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇതിൽ നിന്ന് എമിറ്റ് ഔട്ട് ചെയ്ത് വരുന്നുണ്ട്, ആൻഡ് ഹി നെയിംഡ് ദിസ് as electrons. ഓക്കെ, അല്ലെങ്കിൽ കാഥോഡ് റേസ്. These rays were emitted from cathode, and that's why cathode rays, these are having negative charges, and that's why these are electrons. Okay, അപ്പൊ ഇനി ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചു. പ്രോട്ടോൺസ് ആരായിരുന്നു കണ്ടുപിടിച്ചത്? ഗോൾസ്റ്റീൻ അല്ലേ? So what are the observations of cathode ray experiment എന്ന് ചോദിച്ചാൽ this will be the observation that he observed some rays were emitted from the cathode and moved towards the anode. Rays produced a glow on the screen called cathode rays. Okay, cathode rays ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ this will be the characteristics. Okay, cathode rays are made up of negatively charged particles. അത് എങ്ങനെയാ നമ്മൾ കൺഫേം ചെയ്തതെന്ന് ചോദിച്ചാൽ എങ്ങനെയാ പറയാ ആരാധ്യ? cathode rays negatively charged particles ആണെന്ന് നമ്മൾ എങ്ങനെയാ അറിഞ്ഞേ? How do we confirm? എങ്ങനെയാ ആരാധ്യക്ക് പറയാവോ? Because the anode is positively charged because the anode is positive. Yes. and
when this rays go to positive, that means they're getting attracted because they are opposite charge. Ah, yes. So the cathode rays were emitted from the cathode side, which means the negative side, and was moving towards the anode, the positive plate, which means it is an oppositely charged ray, okay, which was emitted out from the cathode, okay. So it is negatively charged, okay. These particles are called as electrons. Upper electrons are present in all the atoms. അതായിരുന്നു എന്റെ ഫൈൻഡിങ്സ്. ഈ ടെസ്റ്റഡ് ദിസ് കാഥോഡ് റേ എക്സ്പെരിമെന്റ് വിത്ത് കുറേ എലമെന്റ്സ്, കുറേ ഗ്യാസസ് വെച്ച് ടെസ്റ്റ് ചെയ്തു. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് വൺ ഗ്യാസ്, ഓക്കെ. ആൻഡ് ഹി ഫൗണ്ട് ദാറ്റ് ഈ ഇലക്ട്രോൺസ് ഇസ് എ പാർട്ട് ഓഫ് ഓൾ ദ elements or all the atoms, okay. So their masses. പിന്നെ ഒരു കാര്യം ഇവിടെ നോട്ട് ചെയ്യേണ്ടതുണ്ട്, ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ലൈക്ക് ഇലക്ട്രോൺസിന്റെ മാസ്, പ്രോട്ടോൺസിന്റെ മാസ് ആൻഡ് ന്യൂട്രോൺസിന്റെ മാസ്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും മാസ്, ഓൾമോസ്റ്റ് 1.111 atomic mass unit, അങ്ങനെ ഒരു 1.00, okay. Almost 1ന്റെ ഒരു യൂണിറ്റ്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസിന്റെ മാസസ് almost equal to this value. രണ്ടുപേരും ഓൾമോസ്റ്റ് ഈക്വലും ആണ്, ഓക്കെ. ഇലക്ട്രോൺസിന്റെ മാസ് മച്ച് സ്മോളർ ആണ് കേട്ടോ. ഇലക്ട്രോൺസിന്റെ മാസ് മച്ച് സ്മോളർ ദാൻ ദിസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അപ്പൊ ഇലക്ട്രോൺസ് ഭയങ്കര ലൈറ്റർ ആണ് ദാൻ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, ഓക്കെ. ഇലക്ട്രോൺസിന്റെ മാസ് വിൽ ബി അറൌണ്ട് ലൈക്ക് 0.000, അങ്ങനെ നെഗ്ലിജിബിൾ മാസ് ആണ് ഇലക്ട്രോൺസിന്റെ മാസ്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ് ഒരു ആറ്റത്തിന്റെ അകത്ത്. അപ്പൊ എന്തായിരിക്കും, മോർ ഡെൻസർ ആയിട്ടുള്ള ഒരു ടു സബ് ആറ്റമിക് പാർട്ടിക്കിൾസ്. അത് ക്ലിയർ ആണോ എല്ലാവർക്കും? മാസ് ഓഫ് ഇലക്ട്രോൺസ് നെഗ്ലിജിബിൾ ആണ്, ഓക്കെ. പ്രോട്ടോൺസിന്റെ ന്യൂട്രോൺസിന്റെ മാസസ് ഓൾമോസ്റ്റ് ഈക്വലും ആണ്. എല്ലാവർക്കും അത് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ഇസ്യാൻ ക്ലിയർ ആണോ? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ ഓൾസോ ഹാവിംഗ് ഓൾമോസ്റ്റ് ഈക്വൽ മാസസ്, 1.111, okay. Electrons are having and the negligible mass ഭയങ്കര lighter than protons and neutrons ആയിരിക്കും, okay. So this is the charge of electrons which you have to study, negative 1.602 into 10 raised to minus 19 coulomb. Coulomb is the SI unit for charge ആണെന്നായിരുന്നു നമ്മൾ പഠിച്ചത്. So charge of an electron will be negative, charge of proton will be positive. ന്യൂട്രോൺസിന് ചാർജ് ഉണ്ടോ? കശ്വി, ന്യൂട്രോൺസിന് ചാർജ് ഉണ്ടോ? കാണുന്നില്ലല്ലോ. Charge of electrons is negative charge, -1, okay. Protons in the charge will be positive. Neutrons in the charge undo Kashvi? ന്യൂട്രോൺസിന്റെ ചാർജ് അല്ലേ ഇപ്പൊ 1.00 ഇത് പറഞ്ഞത്? അത് ന്യൂട്രോൺസിന്റെ മാസ്, വെയിറ്റ് മാസ് അല്ലേ. ചാർജ് ഉണ്ടോ? ചാർജ് ഇല്ലല്ലോ, ഈക്വൽ അല്ലേ രണ്ടും? ആര് രണ്ടും? ഐ മീൻ ന്യൂട്രോൺസില് ഇത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഈക്വൽ ആയിട്ടില്ലേ, ആ ഒരു ഇതല്ലേ? ന്യൂട്രോൺസിൽ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഈക്വൽ അല്ലടാ. ന്യൂട്രോൺസും പ്രോട്ടോൺസും ഇലക്ട്രോൺസും ആറ്റത്തിന്റെ അകത്തുള്ള ആൾക്കാരാ, ഓക്കെ. അപ്പൊ അതിന്റെ അകത്ത് പ്രോട്ടോൺസിന്റെ ന്യൂട്രോൺസിന്റെ മാസ് ഏകദേശം ഈക്വലാ. മാസ് ഇല്ലേ, വെയിറ്റ് എന്ന് കൺസിഡർ ചെയ്യാം, മാസ്, ഓക്കെ. ഇലക്ട്രോൺസിന്റെ മാസ് അതിനേക്കാട്ടിലൊക്കെ ഒത്തിരി കുറവാ, ഓക്കെ. മാസ് ഓൾമോസ്റ്റ് ഇലക്ട്രോൺസിന്റെ മാസ് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ന്യൂട്രോൺസ് പ്രോട്ടോൺസിന്റെ മാസ് ഒരു ഓൾമോസ്റ്റ് ഒരു 2000 ടൈംസ് മോർ ആയിരിക്കും ഇലക്ട്രോൺസിന്റെ മാസിനെക്കാട്ടിലും, ഓക്കെ. ഓൾമോസ്റ്റ് 2000, കറക്റ്റ് അല്ല, ഒരു 1800 സംതിങ് ടൈംസ് മോർ ആയിരിക്കും നമ്മുടെ ന്യൂട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും മാസ് ദാൻ ദാറ്റ് ഓഫ് ഇലക്ട്രോൺസ്, ഓക്കെ. പക്ഷെ ചാർജസ് നമ്മൾ പഠിക്കണം. ചാർജസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചാർജസ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്, അതാണല്ലോ നമ്മൾ കാഥോഡ് റേ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് കിട്ടിയത്. പ്രോട്ടോൺസിന്റെ ചാർജ് ഇസ് പോസിറ്റീവ് ചാർജ്. അത് വേറെ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് ആരാ കണ്ടുപിടിച്ച്? ഗോൾസ്റ്റൺ കണ്ടുപിടിച്ചു. സെയിം ഡിസ്ചാർജ് ട്യൂബ് പോലെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തപ്പോൾ ഹി ഒബ്സർവ് സം പാർട്ടിക്കിൾസ് വിച്ച് വെയർ എമിറ്റഡ് ഫ്രം ദ ആനോഡ് സൈഡ് ആൻഡ് മൂവ് ടുവേർഡ് ദ കാഥോഡ് സൈഡ്. അപ്പൊ അതിനെ ഹി കോൾഡ് ഇറ്റ് ഇസ് കനാൽ റേസ്. കാഥോഡ് റേസ് അല്ല, കനാൽ റേസ്. അവര് പ്രോട്ടോൺസ്, അതിന്റെ ചാർജ് ആണ് പോസിറ്റീവ്. ന്യൂട്രോൺസിന്റെ ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദാറ്റ് വിൽ ബി 0. സം ഓഫ് യു ഹാവ് റിപ്ലൈഡ് ഇൻ ദ ചാറ്റ് ബോക്സ്, ഓക്കെ, വെരി ഗുഡ്. ന്യൂട്രൽ ആയിരിക്കും. ന്യൂട്രോൺസ് എന്ന് പറയുമ്പോൾ വേർഡ് പോലെ ന്യൂട്രൽ, നോ പോസിറ്റീവ് ഓർ നോ നെഗറ്റീവ് ചാർജ്, ഓക്കെ. 0 ആയിരിക്കും ചാർജ്, ന്യൂട്രൽ ചാർജ്. ഇത് എപ്പോഴും മറന്നു പോകരുത്. ഇലക്ട്രോൺസ് നെഗറ്റീവ്, പ്രോട്ടോൺസ് പോസിറ്റീവ്, ന്യൂട്രോൺസ് 0. ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും മാസ് ഓൾമോസ്റ്റ് ഈക്വൽ. ഇലക്ട്രോൺസിന്റെ മാസ് വെരി 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 സ്മോളർ ദാൻ ദാറ്റ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, ഓക്കെ. ഓക്കെ അല്ലേ?
ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ 1886 ആരാണ് ജർമ്മൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗോൾസ്റ്റീൻ കണ്ടുപിടിച്ചു കനാൽ റേസ്. കനാൽ റേസ് ആരാണ്? ഇറ്റ് വിൽ ബി പ്രോട്ടോൺസ്. ഓക്കെ, പ്രോട്ടോൺസ്. കാഥോഡ് റേസ് ഇലക്ട്രോൺസ്. പിന്നെ പിന്നെ ഇറ്റ് വാസ് ഇൻ 1932 ജെയിംസ് ചാഡ്വിക് ഡിസ്കവേർഡ് ന്യൂട്രോൺസ്. ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഡിസ്കവർ ചെയ്തു. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഇത്രയും കാര്യം ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. സോ പിന്നെ നമ്മുടെ തോംസൺസ് ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കുമ്പോൾ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആറ്റം മോഡൽ? ആരാ പറയാ നെക്സ്റ്റ് ആറ്റം മോഡൽ ആരാ? നമ്മളിപ്പോ പറഞ്ഞു ഡാൾട്ടൺസ് Rutherford. മോഡൽ വരാൻ. റൂദർഫോർഡ് അല്ല, ഡാൾട്ടൺ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചു. അപ്പൊ തോംസൺസിന്റെ മോഡൽ വേണ്ടേ? Oh, yes. യെസ്. തോംസൺസ് മോഡൽ എങ്ങനെയായിരുന്നു? ഹി കമ്പയർഡ് ഇറ്റ് വിത്ത് Pudding cake or a watermelon. വാട്ടർമെലൺ. ഓക്കെ. അതിന്റെ പോസ്റ്റുലേറ്റ്സ് ആരാ പറയാ? എങ്ങനെയായിരുന്നു ആ മോഡല്? Ma'am, it was a positive sphere with Hmm. electrons embedded over it. Ah. It was electrically neutral because Ah. the positive and negative charge was equal. Equal. So how much of positive charge is there inside an atom? That much of negative charges or that much of electrons are embedded inside it. So he compared this model with watermelon model. Okay, watermelon red part is equal to the positive sphere. Okay, red part is equal to the positive sphere, and the electrons or the seeds of this watermelon is the electrons or the negative charges. And it is spread in such a way that the positive charge is equal to the negative charge. Okay, positive, how much of positive red part is there, that much of electrons are embedded into it, so that the atom is electrically neutral. Okay, positive charge, number of positive charge is equal to number of negative charge. Okay, അതായിരുന്നു തോംസന്റെ മോഡൽ. എന്തോരം പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് ആറ്റത്തിന്റെ അകത്ത് ഉണ്ടാവും. Okay, what was the limitation of this model? This model also correct അല്ല അല്ലെ? ലിമിറ്റേഷൻ എന്തായിരുന്നു? He could not explain the stability of the atoms. ഈ പോസിറ്റീവ് ചാർജസ് എങ്ങനെ ഈ ഇലക്ട്രോൺസിനെ എല്ലാം ഹോൾഡ് ചെയ്യുന്നു? He was not able to answer this question. What was the stability reason or how this is happening എന്നുള്ളത് തോംസൺ was not able to answer. Okay, അപ്പൊ ആര് വന്നു? നെക്സ്റ്റ് വൺ. Who was the next atom model? Which was the next atom model found by whom? ആരാ പറയാ? പറഞ്ഞോ. Rutherford. റൂദർഫോർഡ് ആയിരുന്നു. വസുദേവ് മാത്രമേ ആൻസർ പറയുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും പറയാട്ടോ. മിഥുന, ഹംന, എല്ലാവരും പറയണം ആൻസേഴ്സ്. വർക്ക്ഔട്ട് സെഷൻ വരുമ്പോ ഞാൻ എല്ലാവരുടെയും പേര് വിളിക്കും. ഇതിപ്പോ ജസ്റ്റ് റീക്യാപ്പ് ആട്ടോ. Okay, റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ വാസ് ഡൺ ടു ടെസ്റ്റ് ദ തോംസൺസ് ആറ്റം മോഡൽ. തോംസന്റെ ആറ്റം മോഡലിനെ ടെസ്റ്റ് ചെയ്യാനായിരുന്നു റൂദർഫോർഡ് ഒരു മെയിൻ എക്സ്പെരിമെന്റ് ചെയ്തത്. ആൻഡ് ദാറ്റ് എക്സ്പെരിമെന്റ് ഇസ് ദ ഗോൾഫോയിൽ എക്സ്പെരിമെന്റ് ഓർ ദ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ടായിരുന്നു. റൂദർഫോർഡിനെ വി കോൾ ഹിം as the father of nuclear physics കേട്ടോ. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. Father of nuclear physics. And what was the main discovery of Rutherford? The main discovery എന്തായിരുന്നു? By this Guilfoyle experiment, who will say? Nucleus. Nucleus. The main discovery of Rutherford by his experiment was nucleus. Okay, so this Guilfoyle experiment was done to test the Thomson's atom model. So what was the expectation of Rutherford? Rutherford expect ചെയ്തത് എന്താന്ന് വെച്ചാല് if Thomson's model പോലെ ആയിരുന്നു നമ്മുടെ ആറ്റം എങ്കിൽ സോ ഇത് ഫുൾ ആറ്റം ഇവിടെ ഫുൾ ഒരു പോസിറ്റീവ് ചാർജ് സ്പ്രെഡ് ഔട്ട് ആയിട്ടിരിക്കുന്നു. അവിടെ ഇവിടെ ആയിട്ട് there are some electrons, there are some negative charges. Okay, so when this ഇവിടെ നമ്മുടെ വസുദേവ് ഇന്നലെ ചോദിച്ചില്ലായിരുന്നോ ലൈക്ക് എന്ത് പാർട്ടിക്കിൾ വെച്ചിട്ടാ, അതായത് പൊളോണിയം വെച്ചിട്ടും ആക്കാം, യുറേനിയം വെച്ചിട്ടും ആക്കാം, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും വെച്ചിട്ട് ബോംബാർഡ് ചെയ്യാട്ടോ. യുറേനിയം ഡേഞ്ചറസ് അല്ലേ? യുറേനിയം ഒക്കെ ഡേഞ്ചറസ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാം ഡേഞ്ചറസ് അപ്പൊ അതിനുള്ള പ്രിക്വേഷൻസ് സെറ്റ് ചെയ്തിട്ട് അവർ ഇതാക്കുക. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഏത് എലമെന്റ്സും എടുക്കാം ബോംബാർഡ് ചെയ്യാൻ വേണ്ടിട്ട്. പൊളോണിയം ലെഡിന്റെ ഒരു ബോക്സിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ റേഡിയേഷൻ പുറത്ത് കടക്കാണ്ടിരിക്കാൻ. അതെ, അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും അവർ അത് ലെഡിന്റെ ബോക്സിലാണോ വെച്ചത്?
നമ്മുടെ ഈ എക്സ്പെരിമെന്റിന്റെ കാര്യമാണോ വസ്തുത പറയണേ? അല്ല മറ്റേ പുളോണിയം വെച്ച് ചെയ്തത് അത് അതിന്റെ ആ, കുറിച്ചാ. പൊളോണിയം വെച്ച് ചെയ്തത്. റുദർഫോർഡിന്റെ എക്സ്പെരിമെന്റിൽ റുദർഫോർഡ് ഏത് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണെന്ന് അറിയാം യൂസ് ചെയ്തത്? ഇറ്റ് വാസ് റേഡിയം. ഓക്കെ, അതിനകത്ത് ഒരു കാര്യം പറയാൻ ഞാൻ നല്ല വിട്ടുപോയി. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ആൽഫ പാർട്ടിക്കിൾ വെച്ച് ബൊമ്പാർഡ് ചെയ്തു എന്നല്ലേ പറയുന്നേ? യെസ് മാം. ഓക്കെ, സോ എന്താ ഈ ആൽഫ പാർട്ടിക്കിൾ നമ്മൾ ഫസ്റ്റ് പഠിക്കണം. അത് ഇന്നലെ നമുക്ക് ടൈം ഇല്ലായിരുന്നു. ആൻഡ് ഓൾസോ ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. സോ ആൽഫ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഹീലിയം പാർട്ടിക്കിൾ. ഓക്കെ, ഹീലിയം പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഹീലിയം ആറ്റം അല്ല കേട്ടോ. ഹീലിയം പാർട്ടിക്കിൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഹീലിയത്തിന്റെ പൊസിഷൻ എവിടെയാ? ഇറ്റ് ഈസ് ഹാവിംഗ് ദി അറ്റോമിക് നമ്പർ 2 അല്ലേ? ഓക്കെ, അറ്റോമിക് നമ്പർ ഓഫ് ഹീലിയം ഇസ് 2. അപ്പൊ ഹീലിയം 2+ ആവുന്ന എപ്പോഴാന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ലൈക്ക് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുമ്പം ഒരു ആറ്റം പോസിറ്റീവ് ചാർജ് കിട്ടും. ഇറ്റ് വിൽ ഫോം കാറ്റയോൺസ്. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് അബൌട്ട് കാറ്റയോൺസ് ആൻഡ് ആനോൺസ്? ഓക്കെ, സോ അതെല്ലാം നമ്മൾ പഠിക്കും, കേട്ടിട്ടുണ്ട്. അതെപ്പോഴാ കാറ്റയോൺസ് ഫോം ചെയ്യുന്നത്? ഹീലിയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആറ്റം വെൻ ഇറ്റ് ലൂസസ് ഇറ്റ്സ് ഇലക്ട്രോൺ ഇറ്റ് വിൽ ഫോം കാറ്റയോൺസ്. ഓക്കെ, ഇറ്റ് വിൽ ഫോം കാറ്റയോൺസ്. അപ്പൊ ഹീലിയം, ഇവിടെ ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ ഇസ് 2 ആൻഡ് ഇറ്റ്സ് മാസ് നമ്പർ ഇസ് 4. ഓക്കെ, സോ ഹീലിയത്തിന്റെ 2 ഓഫ് ഇറ്റ്സ് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഒരു കാര്യം കൂടെ, ഇറ്റ് ഇസ് ലൈക്ക് ആറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആട്ടോ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. Okay, number of protons or number of electrons. Okay, number of protons plus number of electrons alla, atomic number is equal to the number of protons in any atom and number of electrons in the neutral atom. Neutral atom അതായത് ചാർജ് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ എക്സസ് ഇല്ലാത്ത ആറ്റത്തില് അറ്റോമിക് നമ്പർ ഇസ് ഓൾസോ ഈക്വൽ ടു ദെയർ ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ ഇവിടെ ദിസ് അറ്റോമിക് നമ്പർ ഇസ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് the number of protons inside this helium is 2. Okay, and since it is a neutral atom, ഇവിടെ പ്ലസോ മൈനസോ ഒന്നും ഇല്ലല്ലോ ഹീലിയത്തിന്റെ മേലില്, ഇല്ല അല്ലെ? ഇല്ല. സോ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് എ ന്യൂട്രൽ ആറ്റം. ഈ കാണുന്ന എല്ലാവരും ന്യൂട്രൽ ആറ്റംസ് ആണ്. ഇവർക്ക് കാറ്റയോൺസ് അല്ലെങ്കിൽ ആനോൺസ് ഫോം ചെയ്യാം either by losing electrons from it or by gaining electrons. Okay, so helium എന്ത് ചെയ്യുന്നു വെച്ചാൽ helium will lose 2 of its electrons. 2 of its electrons lose ചെയ്ത് കഴിഞ്ഞാൽ ഹീലിയം എന്താവും? ഹീലിയം 2+ ആവും. ഓക്കെ, ഹീലിയം 2+, പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിന്റെ മാസ് വിൽ ബി 4 തന്നെയായിരിക്കും. മാസ് 4, പക്ഷെ അതിന്റെ ഇത് നിങ്ങൾ കാറ്റയോൺ എഴുതാൻ പഠിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. ഹീലിയം അതിന്റെ 2 ഓഫ് ഇറ്റ്സ് ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ചാർജ് കിട്ടും, കാറ്റയോണിന്റെ ചാർജ്, അതായത് പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഹീലിയം ഇവിടെ ലൂസ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ ഗെറ്റ് പോസിറ്റീവ് ചാർജ്. അത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമായിരുന്നെങ്കിൽ ഹീലിയത്തിന് നെഗറ്റീവ് ചാർജ് വരിക. പക്ഷെ ഹീലിയം ലൂസ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ ഗെറ്റ് എ ചാർജ് പോസിറ്റീവ്. ഹീലിയം ഇവിടെ 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് 2+. 4 ഇലക്ട്രോൺസ് ആയിരുന്നു ലൂസ് ചെയ്യുന്നതെങ്കിൽ 4+. 5 ഇലക്ട്രോൺസ് ആണ് ലൂസ് ചെയ്യുന്നതെങ്കിൽ 5+. ഓക്കെ, പക്ഷേ മാസ് നമ്പറിൽ മാറ്റം വരുന്നുണ്ടോ? ബിക്കോസ് മാസ് നമ്പർ എന്താ? മാസ് നമ്പർ ഇസ് ഈക്വൽ ടു, ഐ റൈറ്റ് ഹിയർ, മാസ് number of protons plus number of neutrons. Yes, number of protons plus number of neutrons ആയിരുന്നു മാസ് നമ്പർ. സോ ഇവിടെ ഇലക്ട്രോൺസ് മാത്രമാണ് ഹീലിയം ലൂസ് ചെയ്തത്. ഓക്കെ, സോ അതിന്റെ മാസ് നമ്പറിൽ ചേഞ്ച് വരുമോ? മാസ് നമ്പർ ചേഞ്ച് വരുമോ? ബിക്കോസ് മാസ് നമ്പർ ഇസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പൊ മാസ് നമ്പർ ചേഞ്ച് വരില്ലല്ലോ. വരില്ല, ഇല്ല, മാസ് നമ്പറിൽ ചേഞ്ച് വരത്തില്ല. കാരണം മാസ് നമ്പർ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അപ്പൊ മാസ് നമ്പർ 4 തന്നെ. ഓക്കെ, മാസ് നമ്പർ 4 തന്നെ. ആൻഡ് ഇവിടെ 2+ എന്നൊരു ചാർജ് വരും, ബിക്കോസ് ഹീലിയം ലോസ്റ്റ് ഇറ്റ്സ് 2 ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നവരെ കാറ്റയോൺ എന്ന് പറയും, അവർക്ക് പ്ലസ് ചാർജ് ആയിരിക്കും. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുക ചെയ്യുന്നെങ്കിൽ ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് ഡേ 3യുടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഞാൻ ആൽഫ പാർട്ടിക്കിൾ എന്താന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇത് പറയുകയാണേ. ഓക്കെ, സോ ലൂസ് ചെയ്യുമ്പോൾ പ്ലസ് ചാർജ് വരും, ഗെയിൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജ് വരും. ഓക്കെ, എന്തോരം ഇലക്ട്രോൺസ് ഇസ് ഗെയിൻഡ് അത്രയും നെഗറ്റീവ് ചാർജ്, എന്തോരം ഇലക്ട്രോൺസ് ഇസ് ലൂസ്ഡ് അത്രയും പോസിറ്റീവ് ചാർജ്. സോ ഇവിടെ ഹീലിയം 2+ ആവണമെങ്കിൽ ഇറ്റ് ഇസ് ലൂസിങ് 2 ഓഫ് ഇറ്റ്സ് ഇലക്ട്രോൺസ്. ഓക്കെ, ആൻഡ് ബട്ട് ഇറ്റ്സ് മാസ് നമ്പർ വിൽ ബി 4 itself. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി ഹീലിയത്തിന് ഇലക്ട്രോൺസ് ഉണ്ടോ? ഈ ഹീലിയം 2+ന് ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഇല്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. ബിക്കോസ് 2 ഇലക്ട്രോണേ ആകെ ഹീലിയത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ആ ഇലക്ട്രോൺസ് പോയി.
ലൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടായ ആളാണ് ഹീലിയം 2+. ഹീലിയം 2+ന്റെ കേസിൽ ഇറ്റ് ഇസ് ഹാവിംഗ് എ ചാർജ് ഓഫ് 2+ ആൻഡ് എ മാസ് ഓഫ് 4. ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെയാണ് വി കോൾ as ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, ഹീലിയം 2+. Helium അല്ല, helium 2+, which is having a charge of 2+, okay, and mass of 4. This particle is called as alpha particle. അപ്പൊ നമ്മളുണ്ടല്ലോ ഈ ബൊമ്പാർഡ് ചെയ്യൂലേ, നമ്മുടെ വസുദേവ് പറഞ്ഞ പോലെ യുറേനിയം, പൊളോണിയം, റേഡിയോ ഒക്കെ വെച്ച് നമ്മൾ ബൊമ്പാർഡ് ചെയ്യുമ്പം റേഡിയോ ആക്റ്റീവ് എലമെന്റ്സിന് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ദേ ആർ ഹൈലി അൺസ്റ്റേബിൾ. അൺസ്റ്റേബിൾ ആകുമ്പോൾ അവർ ഇങ്ങനെ കണ്ടിന്യൂസ്ലി അവരുടെ അകത്തുനിന്ന് ഇങ്ങനെ പാർട്ടിക്കിൾസ് പുറത്തേക്ക് എമിറ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അവർ ഹീലിയം പാർട്ടിക്കിൾസിനെ എമിറ്റ് ഔട്ട് ചെയ്യും, വിച്ച് മീൻസ് ആൽഫ പാർട്ടിക്കിൾസിനെ. ഓക്കെ, എല്ലാ റേഡിയോ ആക്റ്റീവ്. അവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ ഇപ്പോഴേ പഠിച്ചു വെച്ചോ, ഈ 83 തൊട്ടുണ്ടല്ലോ, ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ 83, ദ അറ്റോമിക് നമ്പർ 83 തൊട്ടുള്ള എല്ലാ എലമെന്റ്സും ആർ റേഡിയോ ആക്റ്റീവ്. ഓക്കെ, ഇവരെല്ലാവരും റേഡിയോ ആക്റ്റീവ്. ഇവരല്ല കേട്ടോ, ഇത്രയും പേര്. ഓക്കെ, ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടേക്കുന്നത് ഫ്രം ദി അറ്റോമിക് നമ്പർ 83 ദി എലമെന്റ്സ് ആർ റേഡിയോ ആക്റ്റീവ്. അതായത് ഈ ബോക്സസ് ആണോ? അവരല്ല, അവര് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ താഴേക്ക് വെച്ചേക്കുന്നതാണ്. ദേ ആർ എഫ് ബ്ലോക്ക് എലമെന്റ്സ്. പീരിയോഡിക് ടേബിളിനകത്ത് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ദിസ് ഇസ് പി ബ്ലോക്ക്, ദിസ് ഇസ് ഡി ബ്ലോക്ക്, ദിസ് ഇസ് എഫ് ബ്ലോക്ക്. അപ്പൊ ആ എഫ് ബ്ലോക്കിനെ മാത്രം നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്ന താഴേക്ക്, അത് റേഡിയോ ആക്റ്റീവ് അല്ല. ഓക്കെ, ഓക്കെ, സോ ഇറ്റ് ഇസ് ലൈക്ക് അപ്പം നമ്മൾ എവിടെ നിർത്തിയത്? 83 ഓൺവേർഡ്സ് റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ന്യൂക്ലിയസിന്റെ അകത്തുനിന്ന് കണ്ടിന്യൂസ്ലി ദേ വിൽ എമിറ്റ് ഔട്ട് എനർജീസ് ഓർ പാർട്ടിക്കിൾസ്. ഓക്കെ, സോ അതുപോലത്തെ ഒരു എലമെന്റ് വെച്ചിട്ടാണ് നമ്മുടെ റൂദർഫോർഡ് ഹാവ് ഡൺ ദിസ് ഗോൾഫോയിൽ എക്സ്പെരിമെന്റ്. ആ എലമെന്റ് എവിടെ? റേഡിയം വെച്ചിട്ടാണ് റൂദർഫോർഡ് ഹാവ് ഡൺ ദിസ് ഗോൾഫോയിൽ എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പൊ റേഡിയം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല്, റേഡിയം ദി അറ്റോമിക് നമ്പർ ഇസ് 88, റൈറ്റ്? ഓക്കെ, ഓക്കെ, റേഡിയം വെച്ചിട്ട് ബൊമ്പാർഡ് ചെയ്യുമ്പം റേഡിയം വിൽ എമിറ്റ് ഔട്ട് വൺ ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ. എന്ന് പറഞ്ഞാൽ ദിസ് ഹീലിയം 2+നെ എമിറ്റ് ഔട്ട് ചെയ്യും. ഓക്കെ, അതായത് മാസ് നമ്പർ 4ഉം +2 ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെ അതിന്റെ ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ഔട്ട് ചെയ്യും. അപ്പൊ ഇവിടെ വാട്ട് യു ഹാവ് ടു നോട്ടീസ് ദാറ്റ് ഇതൊന്നും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ല, ഇത് എക്സ്ട്രാ പോയിന്റ്സ് ആണ് കേട്ടോ. ലൈക്ക് എന്താന്ന് വെച്ചാല്, ഇപ്പൊ കാഥോഡ് എക്സ്പെരിമെന്റ് ഇല്ലേ, കാഥോഡ് റേ എക്സ്പെരിമെന്റിൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് വന്നല്ലേ, ഇല്ലേ? യെസ്, അത് എന്താ, വാട്ട് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ അവിടുത്തെ ഇലക്ട്രോൺസ് എമിഷൻ ആൻഡ് റൂദർഫോർഡിന്റെ ഇലക്ട്രോൺ എമിഷൻ എന്താന്ന് വെച്ചാൽ, ഇൻ കേസ് ഓഫ് കാഥോഡ് റേ എക്സ്പെരിമെന്റ് ദി ഇലക്ട്രോൺസ് ഔട്ട് ഓഫ് ദി ആറ്റംസ് വെയർ കമ്മിങ് ഔട്ട്സൈഡ്. ഓക്കെ, ആറ്റത്തിന്റെ അകത്തുള്ള ഇലക്ട്രോൺസ് ആയിരുന്നു പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ആറ്റത്തിന് ന്യൂട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട് ആൻഡ് ഷെൽസിലായിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് ഔട്ട് ഓഫ് ദി ആറ്റം ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇൻ കേസ് ഓഫ് ഇവിടെ റേഡിയോ ആക്ടിവിറ്റിന്റെ കേസിൽ ഓർ ഈ റൂദർഫോർഡ് ഒന്നും അല്ല കേട്ടോ ഫസ്റ്റ് റേഡിയോ ആക്ടിവിറ്റി ഇവരൊക്കെ ചെയ്തെങ്കിലും ഇതിനെ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തത് വേറൊരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഇവരിതെല്ലാം വെച്ച് ചെയ്തു. ഓക്കെ, ഇവരിതെല്ലാം റേഡിയോ ആക്ടിവിറ്റി ആണ് ഇവിടെ ഒബ്സർവ് ചെയ്തത്, പക്ഷെ ഇത് റേഡിയോ ആക്ടിവിറ്റി ആണ് എന്ന് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് വേറെയാ. ഓക്കെ, അത് നമ്മളിപ്പോ പഠിക്കണ്ട. സോ ഇവിടുത്തെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, അവിടെ ആറ്റത്തിന്റെ അകത്തുള്ള ഇലക്ട്രോൺസ് പുറത്തു വന്നെങ്കിൽ ഇവിടെ വാട്ട് ഹാസ് ഹാപ്പനിങ് എന്ന് വെച്ചാൽ ന്യൂക്ലിയസിന്റെ അകത്തുനിന്ന് ആണ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരിക. ദാറ്റ് ഇസ് വൈ റൂദർഫോർഡിന്റെ ആറ്റം മോഡലിനെ വി ക്യാൻ ഓൾസോ കോൾ as ന്യൂക്ലിയർ മോഡൽ. വസുദേവ് പറഞ്ഞോ? മാം, റേഡിയോ ആക്റ്റീവ് ഹെൻറി എന്ന് പേരുള്ള ഒരാളല്ലേ? ഹെൻറി ബെർക്കറൽ അങ്ങനെ എന്തോ ആണ് ഹിസ് ലാസ്റ്റ് നെയിം. ബെർക്കറൽ. ഹെൻറി ആണോ ഫസ്റ്റ് നെയിം? അത് തന്നെയല്ലേ? ഓക്കെ, ഹെൻറി ആയിരുന്നോ ഫസ്റ്റ് നെയിം എന്ന് എനിക്ക് ഓർമ്മയില്ല. ബെർക്കറൽ സംതിങ് വാസ് ഹിസ് ലാസ്റ്റ് നെയിം. അതാണോ വസുദേവ്? ഓക്കെ, ആൻഡ് ഹി ഡിസ്കവേർഡ് ദിസ് റേഡിയോ ആക്ടിവിറ്റി വിത്ത് യുറേനിയം വെച്ച് സ്റ്റഡി ചെയ്തപ്പോഴാണ് ഇത് റേഡിയോ ആക്ടിവിറ്റി എന്നുള്ള ഒരു ഫിനോമെനൻ എന്ന് പറഞ്ഞ് പഠിച്ചത്. Yes, ma'am, it's Henry Becquerel. Yes. He was the scientist who studied about this radioactivity as such ആയിട്ട് പറഞ്ഞ സയന്റിസ്റ്റ് അതാ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ എന്തോ അപ്പൊ ഇത് അതിനു മുന്നേ ഈ സയന്റിസ്റ്റ് ഒക്കെ റേഡിയോ ആക്ടിവിറ്റി ചെയ്യുമ്പോ അവര് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിന്റെ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്ന റേഡിയോ അവർക്ക് ഇതിനെപ്പറ്റി ഇല്ല. അവർക്ക് ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട്, അതായത് അവർക്ക് അറിയാം
ഒബ്സർവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ മെയിൻ ഫോക്കസ് വേറെ എന്തൊക്കെയോ കണ്ടുപിടിക്കാനല്ലേ. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഇത്ര എലമെന്റ്സ് ഫ്രം ദി എലമെന്റ്സ് 83 തൊട്ട് ഇവര് റേഡിയോ ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ കേസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി, ഹീലിയം പാർട്ടിക്കിൾസ് എമിറ്റ് ഔട്ട് ആവുന്നു. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇന്നത് കുറെ ഉണ്ട്. ദാറ്റ് ഇസ് അബൌട്ട് ന്യൂക്ലിയർ കെമിസ്ട്രി പഠിക്കുന്ന. അത് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററെ മാറി ന്യൂക്ലിയർ കെമിസ്ട്രി ആയിപ്പോ. അതിന്റെ മാം അകത്ത് അപ്പോ ആൽഫ റേസ്. അപ്പൊ ഇവർക്ക് എങ്ങനെ അറിയാം ഇത് ന്യൂക്ലിയർ അപ്പോ റേഡിയേഷൻ റിലീസ് ചെയ്യുന്നുണ്ട്? How ന്യൂക്ലിയർ did they know that it could release nuclear radiation? നമ്മൾ എങ്ങനെ അറിയുന്നേന്നോ? No, like how did they find out? ആര് നമ്മുടെ റുദർഫോർഡ് ഫൗണ്ട് ഔട്ട് ചെയ്ത് എങ്ങനെയാണെന്നാണോ ചോദിച്ചേ? No, this is Henry Becquerel. ഹെൻറി ബെക്കറൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂദർഫോർഡിന്റെ ഒക്കെ സ്റ്റഡീസ് ഗോൾഫ് ഓയിൽ എക്സ്പെരിമെന്റ് എന്നൊക്കെ എന്താണ് ഇപ്പൊ നമ്മൾ ഡാൾട്ടന്റെ മോഡൽ പഠിക്കാൻ വേണ്ടി തോംസൺ ചെയ്തു നോക്കിയല്ലേ, അതേപോലെ തോംസന്റെ നോക്കാൻ വേണ്ടി റൂദർഫോർഡ് ചെയ്തു. അതേപോലെ ഈ ഫൈൻഡിങ്സിനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആരെടുത്തു? ബെക്കറൽ എടുത്തു. യുറേനിയം വെച്ചിട്ട് ഹി വാസ് ഡൂയിങ് സം എക്സ്പെരിമെന്റ്. സോ ഹി ഓൾസോ ഫൗണ്ട് ദ സെയിം തിങ് ആസ് എമിറ്റിംഗ് ഔട്ട് സം യുറേനിയം മാറി വേറെ എലമെന്റ്സ് ആയിക്കൊണ്ടിരിക്കും. റേഡിയോ ആക്ടിവിറ്റിയിൽ റേഡിയം മാറിയിട്ട് റെഡോൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആവും. റെഡോൺ പ്ലസ് ഹീലിയം 2+ പാർട്ടിക്കിൾസിനെ വിടും. അപ്പൊ ഈ ഒരു ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഹി വാസ് ഡൂയിങ് സം എക്സ്പെരിമെന്റ് വിത്ത് യുറേനിയം. അപ്പൊ അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അങ്ങനെയാണ് ഇതിനെ റേഡിയോ ആക്ടിവിറ്റി എന്നൊരു പേരൊക്കെ കൊണ്ടുവന്നത്. ഓക്കെ, ആ എക്സ്പെരിമെന്റ് ഏതാന്ന് ചോദിച്ചാല് ഐ ഡോണ്ട് റിമെമ്പർ ഏതാണ് ആ എക്സ്പെരിമെന്റ് ദറ്റ് യുറേനിയം വെച്ച് ചെയ്ത ഏതാണ്. പക്ഷെ ഇതാണ് സംഭവം. ഇവരൊക്കെ മുന്നേ ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം അതിനെ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടില്ല. ഓക്കെ, അവർ പഠിച്ചിട്ടില്ല. അവർ ആറ്റം മോഡൽസിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്. ഇതൊക്കെ അവർ യൂസ് ചെയ്തെങ്കിലും അതിനെ പിന്നീട് ഇത് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരു ഫിനോമൻ ആണ് എന്ന് പറഞ്ഞ് അടുത്തൊരു ഫൈൻഡിങ് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ഹെൻറി ബെക്കറൽ. ഓക്കെ, ക്ലിയർ ആയോ? ആ ഫൈൻഡിങ് ആണ് നമ്മുടെ ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ ബേസിസ്. ലൈക്ക് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, ബോംബ് ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ ഇതെല്ലാം ഈ ന്യൂക്ലിയർ ഫിസിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ന്യൂക്ലിയർ ഫിസിക്സിനെ ന്യൂക്ലിയർ കെമിസ്ട്രി ആസ് വെൽ ആസ് ന്യൂക്ലിയർ ഫിസിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഹെൻറി ബെക്കറലിന്റെ റേഡിയോ ആക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ബോംബും എക്സ്പ്ലോഷൻസും അതെല്ലാം കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ക്വിക്ക് ആയിട്ട് ഇതൊന്ന് തീർത്തിട്ട് വർക്കൗട്ടിലേക്ക് പോയാലോ? ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് അല്ല, നമ്മൾ ഹീലിയം പാർട്ടിക്കിൾ. അപ്പൊ ഇതാണ് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് എല്ലാം അവരിൽ നിന്ന് ഒരു ഹീലിയം പാർട്ടിക്കിൾസിനെ വിടുവാണെങ്കിൽ ഓക്കെ, ആ പാർട്ടിക്കിൾ ആണ് ആൽഫ പാർട്ടിക്കിൾ, വിച്ച് മീൻസ് ഹീലിയം പാർട്ടിക്കിളിന്റെ അതേ മാസ് നമ്പറും ഓക്കെ ആൻഡ് +2 ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെ എമിറ്റ് ഔട്ട് ചെയ്യും. അതിനെയാണ് വി കോൾ as ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ഇവിടെ റേഡിയം ഇതേപോലെ കശ്മി ഡൗട്ട് ഉണ്ടോ? മാം, ഈ എലമെന്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം എന്റെ കെമിസ്ട്രി ടീച്ചർ അതിന്റെ ആറ്റമിക് നമ്പർ വെച്ചിട്ടായിരുന്നു പഠിപ്പിച്ചത്, പീരിയോഡിക് ടേബിള്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ കെമിസ്ട്രീന്റെ സാറ് ആ ഒരു ഫസ്റ്റ് ലൈൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അത് പഠിക്കണം. അതെന്താന്ന് അറിയാവോ? അങ്ങനത്തെ ഏത് ടൈപ്പ് ആയിട്ടാണ് ഇപ്പൊ പഠിക്കേണ്ടത്? അത് രണ്ടും പഠിക്കണടാ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ആറ്റമിക് നമ്പേഴ്സ് ഇപ്പൊ റോൾ നമ്പർ പോലെ. ഓക്കെ, റോൾ നമ്പർ പോലെ. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സിൽ ഇപ്പം ലൈക്ക് ഒരു റോയിലുള്ള ആൾക്കാർ, മിഡിൽ റോ, റൈറ്റ് റോ, അങ്ങനെയില്ലേ? അങ്ങനെയും ഒരു ഗ്രൂപ്പിംഗ് ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും 1 2 എത്ര സ്റ്റുഡൻസ് ആ ക്ലാസ്സിലുള്ള അതിനെ ബേസ് ചെയ്ത് റോൾ നമ്പർ ഉണ്ട്. പിന്നെ നിങ്ങളുടെ പൊസിഷൻ എവിടെയാ? നിങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് റോയിലുള്ള ആളെ പറയൂ, ആൻസർ പറയൂ. റൈറ്റ് സൈഡിലുള്ള ബാക്ക് ബെഞ്ചിലുള്ള ആളെ പറയൂ. അങ്ങനെയും ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്, ഇങ്ങനെയും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് എലമെന്റ്സ്. അത് ചുമ്മാ കൊടുത്തേക്കുന്നതല്ല, അത് നമ്മൾ വേറൊരു ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ S ബ്ലോക്കിന്റെ അടിയിലുള്ള എലമെന്റ്സ് ആദ്യം പഠിക്കണം, P ബ്ലോക്കിന്റെ അടിയിലുള്ള എലമെന്റ്സ് കാണാതെ പഠിക്കണം, D ബ്ലോക്കിലുള്ളത് പഠിക്കണം, F ബ്ലോക്കിലുള്ളത് പഠിക്കണം. ഓക്കെ, അത് വേറൊരു ബേസിസിലാണ്. അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, രണ്ട് രീതിയിലും എന്തായാലും പഠിക്കേണ്ടതാണ്. ഈ S ബ്ലോക്ക്, P ബ്ലോക്ക്, F ബ്ലോക്കിലൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആറ്റംസ് അല്ലെങ്കിൽ എലമെന്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ ഓൾ ദീസ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദെയർ പ്രോപ്പർട്ടീസ്. അവർക്ക് സിമിലർ പ്രോപ്പർട്ടീസ് ആയിരിക്കും. സിമിലർ പ്രോപ്പർട്ടീസ് വരുന്ന എലമെന്റ്സ് ആർ പ്ലേസ്ഡ് അണ്ടർ സെയിം ഗ്രൂപ്പ്, ലൈക്ക് S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് നമുക്ക് ആ ഇതിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മൾ റേഡിയോ ആക്ടിവിറ്റിയിൽ എത്തിയിരിക്കുമായിരുന്നു. സോ റേഡിയോ ആക്ടിവിറ്റിയിൽ റേഡിയം വെച്ചിട്ടാണ് റൂദർഫോർഡ് ഡിഡ് ഹിസ് ഗോൾഫ് ഓയിൽ എക്സ്പെരിമെന്റ്. അപ്പൊ റേഡിയം ഇതേപോലെ അവരുടെ അകത്തുനിന്ന് ആൽഫ പാർട്ടിക്കിൾസിനെ
ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ എമിറ്റ് ഔട്ട് ചെയ്തിരുന്നു. ആ ആൽഫ പാർട്ടിക്കിൾസ് നമ്മുടെ ഗോൾഡ് ഫോയിലിനെ പോയി സ്ട്രൈക്ക് ചെയ്തു. ഗോൾഡ് ഫോയിലിനെ പോയി സ്ട്രൈക്ക് ചെയ്തപ്പോൾ തോംസൺസിന്റെ ആറ്റം മോഡൽ ആയിരുന്നു നമ്മുടെ റൂദർഫോർഡിന്റെ മനസ്സിൽ, അല്ലേ? സോ ഇത് പോസിറ്റീവ് പാർട്ടിക്കിൾ ആണ് ഈ വരുന്നത്. അതുകൊണ്ട് ഈ നമ്മുടെ തോംസൺസിന്റെ ആറ്റം മോഡലിന്റെ അകത്ത് നിറച്ചും പോസിറ്റീവ്, ഇറ്റ് ഇസ് എ പോസിറ്റീവ് സ്പിയർ ആണെന്നാണ് തോംസൺ പറഞ്ഞത്. ഓക്കെ, സോ പോസിറ്റീവ് റേസ് ആണ് വരുന്നത്. സോ അന്നേരം നമ്മുടെ റൂദർഫോർഡ് വാട്ട് ഹി വാസ് എക്സ്പെക്ടിങ് ഈസ് ദാറ്റ് ഈ ആൽഫ പാർട്ടിക്കിൾസ് എല്ലാം വലിയ ഒരു ഇച്ചിരി ഡിഫ്ലക്ഷൻസിൽ കൂടെ എന്നാലും ഇറ്റ് വിൽ പാസ് ത്രൂ ദി ആറ്റം എന്നായിരുന്നു ആര് വിചാരിച്ച? റൂദർഫോർഡ് വിചാരിച്ചത്. ഓക്കെ, കുറച്ച് ഡിഫ്ലക്ഷൻസ് കാണിക്കും, ബിക്കോസ് പോസിറ്റീവ് റിപ്പൾഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് ഡിഫ്ലക്ഷൻസ് കാണിക്കും, എന്നാലും മൈൽഡ് ഡിഫ്ലക്ഷൻസേ ഉണ്ടാവുള്ളൂ എന്നായിരുന്നു നമ്മുടെ റൂദർഫോർഡ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ഹിസ് റിസൾട്ട്സ് വാസ് വെരി ഡിഫറെന്റ്. എന്തായിരുന്നു സംഭവം എന്ന് വെച്ചാൽ കുറേ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ്, അതായത് ആൽഫ റേസ് കുറെ പേരും എങ്ങനെയാണ് ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇറ്റ് പാസ് ത്രൂ ദി ആറ്റംസ്. ആൻഡ് കുറെ പേര് ലൈക്ക് കുറെ പേരല്ല, കുറച്ച് പേര് മാത്രം മൈൽഡ് ഡിഫ്ലക്ഷൻസ് കാണിച്ചു, കുറച്ച് സ്ലൈറ്റ് ആംഗിളിൽ ഡിഫ്ലക്ഷൻ കാണിച്ച് ഇങ്ങനെ പോയി. ആൻഡ് കുറെ പേര് റീബൗൺസ് ചെയ്തു. അപ്പൊ ആ ഡിഫ്ലക്ഷൻസ് കാണിച്ചത് ഈസ് പോസിറ്റീവ് പാർട്ട് ആണെന്ന് നമുക്ക് ആർക്ക് മനസ്സിലായി? റൂദർഫോർഡിന് അറിയാം, ബിക്കോസ് പോസിറ്റീവ് റേസ് ആണ് വരുന്നത്. സോ ഡിഫ്ലക്ഷൻസ് ഉണ്ടാവണമെങ്കിൽ ഇറ്റ് ഷുഡ് സ്ട്രൈക്ക് ഇൻ എ പോസിറ്റീവ് പാർട്ട്. സോ അവിടെ പോസിറ്റീവ് പാർട്ടിൽ പക്ഷെ മൈൽഡ് ഡിഫ്ലക്ഷൻസേ കിട്ടിയുള്ളൂ, വിച്ച് മീൻസ് തോംസൺ പറഞ്ഞ പോലെ ഫുൾ പോസിറ്റീവ് പാർട്ടിക്കിൾസ് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുമല്ല ആറ്റത്തില്. കുറച്ച് ഓൺലി ലിറ്റിൽ ഓഫ് ദ പോർഷൻസിൽ മാത്രമേ ഈ പോസിറ്റീവ് പാർട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് വി ഗോട്ട് സം ഡിഫ്ലക്ഷൻസ്. ഓക്കെ, പിന്നെ റീബൗൺസ് ചെയ്ത് വന്നത് നമ്മുടെ റൂദർഫോർഡിന്റെ ഐഡിയലേ ഇല്ലായിരുന്നു, ബിക്കോസ് ഹി വാസ് എക്സ്പെക്ടിങ് ദി അതർ റിസൾട്ട്. റീബൗൺസ് ചെയ്ത് വന്നപ്പോൾ അത് എന്തുകൊണ്ടാ? അവിടെ സംതിങ് ഇസ് ദേർ. ആ സംതിങ് ആണ് നമ്മുടെ ന്യൂക്ലിയസ്. അവിടെ എന്താന്ന് വെച്ചാൽ ആ ന്യൂക്ലിയസ് ഒരു ഡെൻസ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മുടെ ആറ്റത്തിന്റെ. എന്തുകൊണ്ടാണ് ന്യൂക്ലിയസ് ഡെൻസ് ആണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ന്യൂക്ലിയസ് ഭയങ്കര ഡെൻസ് ആണെന്ന് നമ്മൾ മാസ് നമ്പറും അറ്റോമിക് നമ്പറും പഠിച്ചല്ലേ? മാസ് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലേ? യെസ്. ഓക്കെ, പിന്നെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഈ നമ്മുടെ ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും എവിടെ ഇരിക്കുന്നതെന്നാ നമ്മൾ റൂദർഫോർഡിന്റെ ഫൈൻഡിങ്സ്? ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസിലാണ് നമ്മുടെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇരിക്കുന്നത്. ന്യൂട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും മാസ് എന്തായിരുന്നു എന്നാ നമ്മൾ പഠിച്ചേ? ഓൾമോസ്റ്റ് ഈക്വൽ ആയിരുന്നു. 1.100 രണ്ടുപേരുടെയും. ഓക്കെ, ഇലക്ട്രോൺസിന്റെ മാസ് എന്താന്ന് നമ്മൾ പഠിച്ചത്? 0.000 സംതിങ്. ഓക്കെ, അതായത് ഇലക്ട്രോൺസിന്റെ മാസിനോട് ഇഫ് യു ആർ മൾട്ടിപ്ലൈയിങ് ഇറ്റ് വിത്ത് 1870 or 90 അത്രയും ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വിൽ ഗെറ്റ് ദ മാസ് ഓഫ് പ്രോട്ടോൺസ് ഓർ മാസ് ഓഫ് ന്യൂട്രോൺസ്. അപ്പൊ ഇലക്ട്രോൺസ് എത്ര ലൈറ്റർ ആയിരിക്കും അല്ലെ? മാസ് ഓഫ് പ്രോട്ടോൺസ് അല്ലെ മാസ് ഓഫ് ന്യൂട്രോൺസ് കിട്ടണമെങ്കിൽ മാസ് ഓഫ് ഇലക്ട്രോൺസിന്റെ കൂടെ വി ഹാവ് ടു ഓൾമോസ്റ്റ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 2000 കൊടുക്കാം. 1890. അതൊരു അപ്രോക്സിമേറ്റ് ആണ്. സംതിങ് ഇറ്റ് ഇസ് ലൈക്ക് 1900 അടുത്ത് വരും. ഓക്കെ, അപ്പൊ അത്രയും ഹെവിയർ ആയിട്ടാണ് ഇലക്ട്രോൺസിനെക്കാട്ടിലും അത്രയും ഹെവിയർ ആണ് നമ്മുടെ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. സോ ദിസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ ടുഗെദർ എവിടെ ഇരിക്കുന്നത്? ന്യൂക്ലിയസ്. അപ്പൊ ഇലക്ട്രോൺസിന്റെ മാസ് നമുക്ക് ഇവരുടെ മാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ ടേക്ക് ദാറ്റ് ആസ് നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കാം അല്ലെ? കൺസിഡർ ചെയ്യേ വേണ്ട. സോ ഒരു ആറ്റത്തിന്റെ ഫുൾ മാസ് ഇരിക്കുന്ന എവിടെയാ? ഇൻസൈഡ് ഇറ്റ്സ് ന്യൂക്ലിയസ്. അപ്പൊ ആ ന്യൂക്ലിയസ് ഭയങ്കര ഡെൻസർ ആയിരിക്കില്ലേ? ആയിരിക്കോ വസുദേവ്? അല്ലേ? ആണോ? യെസ്, ഡെൻസർ ആയിരിക്കും. ജീൻ പോൾ ഡെൻസർ ആയിരിക്കില്ലേ? ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാമോ? എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അതാരാ? വസുദേവ? ഓക്കെ, അതെന്താന്ന് വെച്ചാല് നമ്മൾ പഠിച്ചായിരുന്നു നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് മാസ് നമ്പർ. ഓക്കെ, ഇത് നമുക്ക് കിട്ടിയത് എവിടുന്നാന്ന് വെച്ചാൽ റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന. കാരണം എന്താ? റൂദർഫോർഡിന് കുറച്ച് റേസ് റീബൗൺസ് ചെയ്തു വന്നല്ലേ, ബൗൺസ് ബാക്ക് ചെയ്തു. അപ്പൊ റൂദർഫോർഡ് ഫൗണ്ട് ദാറ്റ് സംതിങ് ഇസ് ദെയർ. എന്തോ ഡെൻസ് ആയിട്ടുള്ളത് ഈ ബൗൺസ് ബാക്ക് ചെയ്ത സ്ഥലത്ത് മീൻസ് ഡെൻസ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ ഹിറ്റ് ചെയ്തപ്പോഴാണ് റേസ് ഗോട്ട് റീബൗൺസ്ഡ് അല്ലേ? അപ്പൊ ആ ഡെൻസ് ആയിട്ടുള്ള സാധനത്തിൽ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് അവിടെ പോസിറ്റീവ് ചാർജ് മാത്രമല്ല ഉള്ളത്. പോസിറ്റീവ് ചാർജ് ഉള്ളിടത്ത് സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ലാതെ നമ്മുടെ റേസ് ഡിഫ്ലക്ട് ചെയ്തത്. ബൗൺസ് ബാക്ക് ചെയ്തു വന്നപ്പോൾ ദർ ഇസ് സംതിങ് എൽസ് കൂടി ഉണ്ട്. ഓക്കെ, ന്യൂട്രോൺസ് കൂടി ഉണ്ട്. ഓക്കെ, ആ ന്യൂട്രോൺസും പ്രോട്ടോൺസും അപ്പൊ നമ്മുടെ ന്യൂക്ലിയസിന്റെ അകത്താണ് ഇരിക്കുന്നത്.
അന്നേരം അത് ന്യൂട്രോൺസ് ആണെന്ന് നമ്മുടെ റുദർഫോർഡ് കണ്ടുപിടിച്ചില്ല. അത് കണ്ടുപിടിച്ചത് ആരാ? നമ്മുടെ ചാഡ്വിക്ക്. ഓക്കെ, ഇതേപോലെയാണ് നമ്മുടെ റേഡിയോ ആക്ടിവിറ്റി വന്നത് കേട്ടോ. ഇവരിത് മുന്നേ ചെയ്തു, പക്ഷെ ഇത് റേഡിയോ ആക്ടിവിറ്റി ആണ് കണ്ടുപിടിച്ചത് ബെക്കറൽ. ഓക്കെ, ഇവിടെ റുദർഫോർഡിന് എന്തോ സെൻട്രൽ ഉണ്ട്, പക്ഷെ അത് ന്യൂട്രോൺസ് ആണെന്ന് കണ്ടുപിടിച്ചില്ല. ന്യൂട്രോൺസ് ആണെന്ന് കണ്ടുപിടിച്ചത് ചാഡ്വിക്ക്. ഓക്കെ, ഇപ്പൊ റുദർഫോർഡിന് മനസ്സിലായി എന്താണ് ഇവിടെ നടുക്ക് ദർ ഇസ് സംതിങ് ഡെൻസർ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അവിടെയാണ് ഫുൾ മാസ് ഓഫ് ദി ആറ്റം ഇരിക്കുന്നത്. കാരണം എന്താ, ബാക്കിയെല്ലാം എംപ്റ്റി സ്പേസ് ആയതുകൊണ്ടാണ് നമ്മുടെ ആൽഫ റേസ് എല്ലാം ഇതിക്കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് പാസ് ചെയ്തു പോയത് അല്ലെ. എംപ്റ്റി സ്പേസിൽ കൂടെയാണ് ആൽഫ റേസ് ഫുള്ള് പാസ് ചെയ്തു പോയത്. അതുകൊണ്ട് അവിടെ മാസ് അധികം ഉണ്ടാവത്തില്ല. സോ മാസ് എവിടെ ഇരിക്കുന്നത്? സെന്ററിലാണ്. സെന്ററിൽ സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് റീബൗൺസ് ചെയ്ത് വന്നത്. ഓക്കെ, അവിടെ എവിടെയോ തന്നെ സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് ഡിഫ്ലക്ഷനും വന്നത്. സോ ഡിഫ്ലക്ഷൻ വരണമെങ്കിൽ അവർ കമ്മിങ് റേ ആൽഫ റേ ഈസ് പോസിറ്റീവ്. ഓക്കെ, ഡിഫ്ലക്റ്റ് ആവണമെങ്കിൽ എന്തോ ഒരു പോസിറ്റീവ് പാർട്ടിക്കിളിനെ തട്ടിയിട്ടായിരിക്കണല്ലോ ഡിഫ്ലക്ഷൻ വന്നത്, ബിക്കോസ് ഓഫ് റിപ്പൽഷൻ അല്ലേ? ആണോ? അത് മനസ്സിലായോ? മനസ്സിലായില്ല? എല്ലാവർക്കും മനസ്സിലായോ അത്? മനസ്സിലായി. ഓക്കെ, റിപ്ലൈ അറിഞ്ഞേ. അപ്പൊ ഞാൻ ഓർക്കില്ലെങ്കിൽ ഞാൻ ഓർക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലാന്ന്. ഓക്കെ, സോ അപ്പം നമ്മുടെ റുദർഫോർഡ് ഗോട്ട് ദി ഐഡിയ ദാറ്റ് അവിടെ പോസിറ്റീവ് പാർട്ട് ഉണ്ട്. പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത് തോംസൺ പറഞ്ഞതുപോലെ മൊത്തമായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുമല്ല, ലിറ്റിൽ ഓഫ് ദ സ്പേസ് ഓഫ് ദി ആറ്റത്തിലെ നമ്മുടെ പോസിറ്റീവ് പാർട്ട് ഉള്ളൂ എന്ന് മനസ്സിലായി. ആൻഡ് ഓൾസോ റീബൗൺസ് ചെയ്ത് വരണമെങ്കിൽ അവിടെ വേറെ എന്തോ കൂടെ ഉണ്ട്. സോ എന്തായിരിക്കും, മൊത്തം മാസ് ഓഫ് ദി ആറ്റം വിൽ ബി ഇൻ ദാറ്റ് ഏരിയ. ന്യൂക്ലിയസിലാണ് മാസ് ഇരിക്കുന്നതെന്നാണ് റുദർഫോർഡ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, അവിടെ ന്യൂക്ലിയസ് എന്തുകൊണ്ട് ഡെൻസർ ആവുന്നതെന്നുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ വസുദേവ്, ഇലക്ട്രോൺസിന്റെ ചാർജ് ഭയങ്കര കുറവായിരിക്കുന്ന. അതായത് ന്യൂട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ചാർജ് അല്ല, സോറി, മാസ് ഓഫ് ഇലക്ട്രോൺസ് ഓൾമോസ്റ്റ് 0.0005 അങ്ങനെ എന്തോ ആണ് ഇലക്ട്രോൺസിന്റെ മാസ്. ഓക്കെ, 0.00 നെഗ്ലിജിബിൾ മാസ് ആണ്. ഓക്കെ, ഇലക്ട്രോൺസിന്റെ. പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെ മാസ് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ. ഓക്കെ, സോ ഇറ്റ് ഇസ് ലൈക്ക് 1.00 സംതിങ് അങ്ങനെ എന്തോ ആണ് നമ്മുടെ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെ മാസ്. ദേ ആർ ഹാവിംഗ് ഓൾമോസ്റ്റ് ഈക്വൽ മാസ്. ഓക്കെ, ഇത് അപ്രോക്സിമേറ്റ് വാല്യൂസ് ആട്ടോ, കറക്റ്റ് വാല്യൂ അല്ലേ. ഓക്കെ, സോ ആൻഡ് നമുക്ക് കമ്പാരിസൺ ഉണ്ട്. ലൈക്ക് ഇലക്ട്രോൺസിന്റെ മാസിനോട്, ഓക്കെ, ഈ ഒരു ഇലക്ട്രോൺസിന്റെ മാസ് എന്താണോ അതിനോട് വെൻ വി ആർ മൾട്ടിപ്ലൈയിങ് ദിസ് വിത്ത് ലൈക്ക് 1900 അപ്രോക്സിമേറ്റ്ലി 3 times മോർ ആയിരിക്കും ദ മാസ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് മാസ് ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, ഇലക്ട്രോൺസിന്റെ മാസിനെക്കാട്ടിലും ഇത്രയും 2000 times മോർ ആണ് പ്രോട്ടോൺസിന്റെ മാസ് ആൻഡ് ന്യൂട്രോൺസിന്റെ മാസ്. സോ ദിസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് എവിടെ ഇരിക്കുന്നത്? നടുക്കിൽ, ന്യൂക്ലിയസിലാണ് ഇരിക്കുന്നത്. സോ എൻറ്റയർ മാസ് എവിടെയാ അപ്പൊ ഇരിക്കുന്നത്? ഇലക്ട്രോൺസിന്റെ മാസ് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് നെഗ്ലിജിബിൾ, അതിനെ എടുക്കുക വേണ്ട. ലൈക്ക് അത് ഇവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോ അതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഫുൾ മാസ് ഓഫ് ദ പ്രോട്ടോൺസും ന്യൂട്രോൺസും റിസൈഡ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ഓക്കെ, സോ ന്യൂക്ലിയസ് അതുകൊണ്ടായിരിക്കും ഭയങ്കര ഡെൻസർ. അത്രയും ഡെൻസർ ആയിട്ടുള്ള ആ ന്യൂക്ലിയസിൽ സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് ഓൾസോ ഹെവി ആണ്. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾസ് റീബൗൺസ് ചെയ്തത്. Okay, so the entire mass of the atom is concentrated at its nucleus. Okay, and that portion is very denser because protons and neutrons in the mass is very much higher when compared to electrons. Okay, so അതുകൊണ്ട് nucleus will be ഭയങ്കര denser. മനസ്സിലായോ വസുദേവ്? ഇല്ല എന്നാ പറഞ്ഞേ? മനസ്സിലായി. ഓക്കെ, ഒന്നുമില്ല. ദിസ് ന്യൂക്ലിയസ് പാർട്ട് എന്തുകൊണ്ടാ ഭയങ്കര ഡെൻസർ എന്ന് ചോദിച്ചാൽ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് റിസൈഡ് ഇൻ ദ ന്യൂക്ലിയസ്. പ്രോട്ടോൺസിന്റെ ന്യൂട്രോൺസിന്റെ മാസ് ഇസ് ഓൾമോസ്റ്റ് 1900 times more than that of electrons. So electrons in the mass we can consider it as negligible. So the entire mass of the atom is ഉദ്ദേശിച്ചത് അവരുടെ മാസ് ആക്ച്വലി ആറ്റമിനെക്കാളും ഭയങ്കര ചെറുതെന്ന് ഉദ്ദേശിച്ചിട്ടാ? ഡെൻസ് എന്ന് ഉദ്ദേശിച്ച ആറ്റത്തിനെക്കാട്ടിലും ചെറുതല്ല, മീൻസ് അവര് ഇലക്ട്രോൺസിനെക്കാട്ടിലും ഹെവിയർ ആണ്. ഇലക്ട്രോൺസിനെക്കാട്ടിലും അവരുടെ കമ്പാരിറ്റീവ്ലി ഇലക്ട്രോൺസിനെക്കാട്ടിലും അവരുടെ മാസ് ഭയങ്കര ഹെവിയർ. അതായത് പ്രോട്ടോൺസും ന്യൂട്രോൺസിന്റെ മാസ് ഭയങ്കര ഹെവിയർ ആയതുകൊണ്ട് ഈ നമ്മുടെ റുദർഫോർഡിന്റെ ഫൈൻഡിങ്ങിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനെക്കാട്ടിലും ഒരുപാട് ഹെവി ആണ് ഇരിക്കുന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദ റേസ് നമ്മുടെ ആറ്റത്തിന്റെ അകത്തോടെ പാസ് ചെയ്ത് പോയില്ലേ, വിച്ച് മീൻസ് ദാറ്റ് കുറേ സ്പേസും എംപ്റ്റി ആണ്. ഓക്കെ, അത്
സ്മോൾ ഡിഫ്ലക്റ്റ് ആംഗിൾസിൽ മാത്രമേ കുറച്ച് ഡിഫ്ലക്ഷൻസ് കാണിച്ചുള്ളൂ, അതും ന്യൂക്ലിയസിൽ തട്ടിയിട്ടാട്ടോ, ന്യൂക്ലിയസിന്റെ അകത്തുള്ള പ്രോട്ടോൺസിൽ ടച്ച് ചെയ്തപ്പം. ഓക്കെ, സോ ഫുള്ളായിട്ട് ആ ന്യൂട്രോൺസിന്റെയും കൂടെ ആ സെക്ഷൻസിൽ തട്ടുമ്പോഴാണ് ഇത് റീബൗൺസ് ചെയ്ത് വരുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഒരു മോസ്റ്റ് ഓഫ് ദ സ്പേസും എം ടി ആയതുകൊണ്ടാണ് ഈ റേസ് ഫുൾ ഇതിന്റെ അകത്തോടെ കടന്നുപോയത്, ഒരു ഡീവിയേഷനും ഇല്ലാതെ. അപ്പൊ അവിടെയൊന്നും അധികം മാസ് ഉണ്ടാവില്ല. സോ മാസ് ഇവിടെ കൂടുതലായിട്ട് എവിടെ ഇരിക്കുന്നത്? ന്യൂക്ലിയസിന്റെ അകത്ത്. അത് പിന്നീട് കണ്ടുപിടിച്ചു, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻസൈഡ് ഇറ്റ്. ഇലക്ട്രോൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അവരുടെ മാസ് ഇസ് വെരി മച്ച് മോർ. 2000 ടൈംസ് മോർ ആണ് ഇലക്ട്രോൺസിനെക്കാട്ടിലും, ഓൾമോസ്റ്റ് 2000 ടൈംസ് മോർ ആണ് പ്രോട്ടോൺസിന്റെ ന്യൂട്രോൺസിന്റെ മാസ്. അപ്പൊ അവിടെ ഭയങ്കര ഡെൻസർ ആയിരിക്കും കമ്പയറിംഗ് വിത്ത് ദി അതർ പോർഷൻസ് ഓഫ് ദി ആറ്റം. ഓക്കെ, മാം. ഓക്കെ, ഒരു കുഞ്ഞ് ഏരിയയിലല്ലേ ഉള്ളൂ അവര് ന്യൂക്ലിയസിൽ. ആറ്റത്തിന്റെ അകത്ത് ആറ്റത്തിനെ വി ക്യാൻ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പോലെ എടുത്ത് അതിന്റെ അകത്ത് ഒരു ജസ്റ്റ് 1 rupee കോയിൻ ആണ് ന്യൂക്ലിയസ്. അപ്പൊ ആ ന്യൂക്ലിയസിന്റെ അകത്ത് ഇത്രയും മാസ് ഉള്ള ആൾക്കാർ റിസൈഡ് ചെയ്യുവാണ്. സോ അത് ഭയങ്കര ഡെൻസറാ. അവിടെ സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് ഓർ അവർ നമ്മുടെ ഹീലിയം പാർട്ടിക്കിൾസ് നമുക്ക് പറയാം, ഓർ ദ ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് ഇസ് ഹാവിംഗ് +2 charge and mass 4 തിരിച്ച് റീബൗൺസ് ചെയ്തത്. ഇറ്റ് ക്യാൻ ബി എമിറ്റഡ് ഫ്രം എനി റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. ഓക്കെ, യുറേനിയോ പൊളോണിയം ഒക്കെ അടിച്ചിട്ടാണോ? അടിച്ചിട്ടോ? ആരടിച്ചേ? മറ്റേ എന്താ അതെനിക്ക് മനസ്സിലായില്ല, എന്താ പറഞ്ഞേ? ആൽഫ പാർട്ടിക്കിൾസ് അതിലേക്ക് വന്നപ്പോ പറഞ്ഞോ, റേസ് കുഴപ്പമില്ല, അടിച്ചപ്പോഴാണ് പറഞ്ഞോ. ആൽഫ പാർട്ടിക്കിൾസ് സ്ട്രൈക്ക് ചെയ്തപ്പം ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തി വിട്ടു. ആൽഫ പാർട്ടിക്കിൾസ് എടുക്കാൻ ഒരു റീസൺ ഉണ്ട്. കാരണം എന്താ? തോംസൺ പറഞ്ഞത് എന്താ? മെയിൻ ആയിട്ടും നമ്മുടെ ആറ്റത്തിന്റെ അകത്ത് ഫുൾ ഓഫ് പോസിറ്റീവ് ചാർജസ് ആണ് കിടക്കുന്നത്. ഓക്കെ, സോ ആൽഫ പാർട്ടിക്കിൾസ് മീൻസ് പോസിറ്റീവ് പാർട്ടിക്കിൾസിനെ വെച്ച് ഹിറ്റ് ചെയ്യുമ്പം എന്തായിരിക്കും നടക്കുക? ഓക്കെ, പോസിറ്റീവ് പാർട്ടിക്കിൾസ് അത് തന്നെ ഹെവി ആയിട്ടുള്ള പോസിറ്റീവ് പാർട്ടിക്കിൾസ് ആണ് ഹീലിയം പാർട്ടിക്കിൾസ്. ഇതിനെ വെച്ച് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ നമ്മൾ ഗൺ ഷോട്ട് ചെയ്യുന്ന പോലെ എന്തായാലും കുറെ എണ്ണം അകത്തൂടെ പാസ് ചെയ്ത് പോകും. പോസിറ്റീവ് പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് ദർ വിൽ ബി സ്ലൈറ്റ് ഡിഫ്ലക്ഷൻസ്. കാരണം പോസിറ്റീവ് റേസ് വെച്ചിട്ട് പോസിറ്റീവിനെ തന്നെയാണ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്ലൈറ്റ് ഡിഫ്ലക്ഷൻസ് ഉണ്ടാവുന്നതാണ് നമ്മുടെ റൂദർഫോർഡ് വിചാരിച്ചത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഹി ഡിഡൻ ടേക്ക് നെഗറ്റീവ് പാർട്ടിക്കിൾസ്. നെഗറ്റീവ് പാർട്ടിക്കിൾസിനെ എടുത്താൽ എന്തായിരിക്കും പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം റൂദർഫോർഡിന്റെ മനസ്സിലുള്ള ആറ്റം ഇസ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. സോ ഇറ്റ് വിൽ ബി ഫുൾ പോസിറ്റീവ്, ഹിയർ ആൻഡ് ദെയർ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, സോ നെഗറ്റീവ് ആണ് നമ്മുടെ വരുന്ന റേസ് എങ്കിൽ ഓക്കെ, നെഗറ്റീവ് പാർട്ടിക്കിൾസിനെ വെച്ച് ബൊമ്പാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് സാധനത്തിനെ അവർ മീൻസ് പോസിറ്റീവ് പാർട്ടിക്കിൾസിനോട് അട്രാക്ട് ആയിട്ട് ഡിഫ്ലക്ഷൻസ് തിരിച്ചു കിട്ടുമോ? ഡിഫ്ലക്ഷൻസ് ഉണ്ടാവുമോ? ഇല്ല. അല്ലെങ്കിൽ റീബൗൺസിങ് ഉണ്ടാവുമോ? ഇല്ല അല്ലെ? ഉണ്ടാവുമോ? ഇല്ല. നമുക്ക് ഒരു റീബൗൺസിങ്ങും ഉണ്ടാവത്തില്ല. നെഗറ്റീവ് പാർട്ടിക്കിൾസിനെ എടുത്തായിരുന്നെങ്കിൽ ന്യൂക്ലിയസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഓക്കെ, അപ്പൊ പോസിറ്റീവ് സ്പിയർ ആണ് ആറ്റം കൂടുതലായിട്ടും. സോ അതുകൊണ്ട് പോസിറ്റീവ് പാർട്ടിക്കിൾസിനെ വെച്ച് ബൊമ്പാർഡ് ചെയ്യുമ്പം മോസ്റ്റ് ഓഫ് ദ എന്താണ് റേസും ബിക്കോസ് പോസിറ്റീവ് ആവുമ്പം എന്താ ഡിഫ്ലക്ഷൻസ് കാണിക്കും. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ കുറച്ചുകൂടി ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ് ഹീലിയം പാർട്ടിക്കിൾ. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇറ്റ് വിൽ പാസ് ത്രൂ ദി ആറ്റം എന്നായിരുന്നു നമ്മുടെ റൂദർഫോർഡിന്റെ എക്സ്പെക്ടേഷൻ. അതുകൊണ്ടാണ് ഹി ടുക്ക് ദ പോസിറ്റീവ് പാർട്ടിക്കിൾസ്. നെഗറ്റീവ് പാർട്ടിക്കിൾസ് എടുത്താൽ ഇറ്റ് വിൽ സ്ട്രൈക്ക് ഇൻ ടു ദ പോസിറ്റീവ് പാർട്ടിക്കിൾസ് ആൻഡ് അവിടെ തന്നെ അട്രാക്ട് ആയിട്ട് ഇരുന്നേ. ഓക്കെ, ഓക്കെ, നമ്മുടെ വർക്ക്ഔട്ട് സെഷനിൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നേരം ഞാൻ പറഞ്ഞുതരാം അതൊന്നുകൂടെ. സോ ഇവിടെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചുകൊണ്ട് ദിസ് മോഡൽ ഇസ് ഓൾസോ കോൾഡ് as ന്യൂക്ലിയർ മോഡൽ. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് വി ഗോട്ട് ദ ന്യൂക്ലിയസ്. ഇനി എങ്ങനെയാ റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ ഉണ്ടാക്കിയത്? ലൈക്ക് തോംസൺ ഉണ്ടാക്കിയ പോലെ റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ എങ്ങനെയായിരിക്കും? സോ ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? സോ യെസ്, തോംസൺ ആൽഫ പാർട്ടിക്കിൾസിനെ എമിറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത എലമെന്റ് ആയിരുന്നു റേഡിയം. ഓക്കെ, യുറേനിയം പൊളോണിയം ഒക്കെ റേഡിയോ ആക്റ്റീവ് ആണ്. അതിൻ്റെ അകത്തു നിന്നൊക്കെ ദിസ് ഹീലിയം 2+ or alpha particle. Alpha particle എന്ന് പറഞ്ഞാൽ the charge of alpha particle will be the charge of helium, that means 2+, and mass will be the mass of helium, that is 4. Okay, 2+ and 4 ആയിരിക്കും alpha particle ന്റെ charge and mass. ഇതെല്ലാം ബാക്കി എല്ലാ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സിനും വരാട്ടോ. ഓക്കെ, പിന്നെ so these were the observations. Most of them were fast moving alpha particles passed straight through the Gauss foil. Some of the alpha particles deflected by the foil. 1 out of every 12,000 particles appeared to rebound because as it hit the nucleus. Okay,
പിന്നെ എങ്ങനെയായിരുന്നു നമ്മുടെ റുദർഫോർഡിന്റെ പോസ്റ്റുലേറ്റ്സ് എങ്ങനെയായിരുന്നു? സോ ഹി ഫൗണ്ട് ദ ന്യൂക്ലിയസ്. ദർ ഇസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സെന്റർ ഇൻ ആൻ ആറ്റം കോൾഡ് ദ ന്യൂക്ലിയസ്. Okay, nearly all the mass of an atom resides in the nucleus. Okay, and he compared it with the solar system. Like sun is the center of all the planets in the solar system. Just like that, nucleus is at the center, and electrons are revolving around the nucleus. Okay, അവിടെയും electrons are revolving around the nucleus എല്ലാം ക്ലോസ് അല്ലാന്ന് റുദർഫോർഡിന് മനസ്സിലായി. ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും ക്ലോസ് അല്ലാന്ന് മനസ്സിലായത്? കുറെ ആൽഫ പാർട്ടിക്കിൾസും വിത്തൗട്ട് എനി ഡീവിയേഷൻ അങ്ങ് പാസ് ചെയ്ത് പോയത് കൊണ്ട് എന്താണ്, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഓഫ് ആൻ ആറ്റം ഇസ് എംപ്റ്റി. സോ ഇലക്ട്രോൺസ് എല്ലായിടത്തും ക്ലോസ് ആയിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തേക്കുമല്ല, ഇറ്റ് ഇസ് റിവോൾവിംഗ് ഇൻ സം ഓർബിറ്റ്സിക്കോടെ അവേ ഫ്രം ദ ന്യൂക്ലിയസ്, ഇൻ സം ഓർബിറ്റ്സിക്കോടെ റിവോൾവ് ചെയ്യാണെന്ന് റുദർഫോർഡ് സ്റ്റേറ്റ് ചെയ്തു. ഓക്കെ, ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ആൻ ആറ്റം. ഓക്കെ, ഇത്രയായിരുന്നു നമ്മുടെ റുദർഫോർഡിന്റെ പോസ്റ്റുലേറ്റ്സ് ബേസ്ഡ് ഓൺ ഹിസ് ഗോൾഫോയിൽ എക്സ്പെരിമെന്റ്. ഓക്കെ, പിന്നെ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആരാ ഓർക്കുന്നത്? മാം അത് ആ ഇലക്ട്രോണിന്റെ റിവോൾവിങ് അത് സ്റ്റേബിൾ ആവില്ല. ഓക്കെ, അത് സെന്ററിൽ എത്തുമ്പോ അത് അതിന് ഉപകാരം ഉണ്ടാവാത്ത പോലെയാ, അപ്പൊ സ്റ്റേബിൾ അല്ല. ഓക്കെ, അതായത് ഒന്നും കൂടി നമ്മൾ ഡിഫൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് മൂവിങ് ആയിട്ടുള്ള ഏതൊരു പാർട്ടിക്കിളും കുറച്ച് കഴിയുമ്പോൾ അതിന്റെ എനർജി ഡ്രോപ്പ് ആവും അല്ലേ? ഓക്കെ, ഇലക്ട്രോൺസ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. സോ അത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് വിൽ ലൂസ് ഇറ്റ്സ് എനർജി. അപ്പൊ എനർജി ലൂസ് ചെയ്യുമ്പോൾ ഫൈനലി വാട്ട് ഹാപ്പൻസ്, ഇത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ മൂവ് ചെയ്യുവാണെങ്കിൽ അതെങ്ങനെ മൂവ് ചെയ്ത് വാട്ട് ഹാപ്പൻസ് എന്ന് ചോദിച്ചാൽ അത് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഫൈനലി ഇറ്റ് വിൽ ഫോൾ ഇൻ ടു ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ അകത്തേക്ക് ഒരു സബാറ്റോമിക് പാർട്ടിക്കിൾ വന്ന് വീണ എന്താ പറ്റുക? ആറ്റം അൺസ്റ്റേബിൾ ആയി അത് റപ്ചർ ചെയ്യും. ഓക്കെ, ആറ്റം ബ്രേക്ക് ചെയ്യും. ഇല്ല, ഇത് പറ്റില്ല. ഇത് പറ്റത്തില്ല എന്നല്ല, ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ് ഇൻ റിയൽ. അതെ, അത് തന്നെ. വെരി ഗുഡ്. അതാണ് ബോർസ് മോഡലിൽ വരിക. ബോർസ് മോഡൽ വാസ് ഏബിൾ ടു എക്സ്പ്ലെയിൻ വൈ ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ്. പക്ഷെ ബോർസ് മോഡലും തെറ്റിപ്പോയി. അവിടെയും വേറെ കുറച്ച് സംഭവങ്ങൾ വന്നിട്ട് പ്രസന്റ്ലി നമ്മൾ ഫോളോ ചെയ്യുന്ന ആറ്റം മോഡൽ ഇതൊക്കെ quantum mechanical model. Okay, quantum mechanical model, we can also call it as Schrodinger model. model. Okay, ഇതാണ് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ എന്തായാലും അത് ഇതില് ഇല്ല. ഇത് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് +1 എത്തുമ്പോ. പക്ഷെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആയി, അതായത് ലൈക്ക് നമ്മൾ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇഫ് യു ആർ ഗോയിങ് ഫോർ റൈറ്റിംഗ് സം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനൊക്കെ പോവല്ലോ, JEE നീറ്റിനൊക്കെ പോകുമ്പം അന്നേരമൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യാ. ഓക്കെ, ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ടോ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതിന്? ഇതിന്റെ ലിമിറ്റേഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. നിലവിൽ ലിമിറ്റേഷൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഉണ്ടാവാതിരിക്കാം. ബിക്കോസ് സയന്റിസ്റ്റുകൾ ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുകയാണല്ലോ. ഓക്കെ, സയൻസ് ഇസ് നോട്ട് സ്റ്റാറ്റിക്, അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സോ ഇപ്പൊ പ്രസന്റ്ലി എല്ലാ ലിമിറ്റേഷൻസിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ആറ്റം മോഡലാണ് വി ആർ ഫോളോയിങ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റുദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ ലിമിറ്റേഷൻ. സോ ഇങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ്, ഇഫ് ഇറ്റ് ഇസ് കോൺസ്റ്റന്റ്ലി റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്, ഇറ്റ് വിൽ ഫോൾ ഇൻ ടു ദ ന്യൂക്ലിയസ് ആൻഡ് ദെൻ ആറ്റം വിൽ റപ്ചർ. ബട്ട് ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ് ഇൻ റിയാലിറ്റി. വൈ? അത് എന്തുകൊണ്ടാണ്? റുദർഫോർഡ് വാസ് നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ വൈ ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ് ഇൻ റിയൽ. Okay, that point was explained by Bohr's model of atom. അത് നമ്മുടെ നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ്. ബോർസ് മോഡൽ നമ്മൾ Day 3 പഠിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലേ? ഓക്കെ, സോ നമുക്ക് എന്നാ ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്താലോ? നമ്മൾ ഇപ്പൊ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് മനസ്സിലായോ? ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാവേ. ഞാൻ ഫസ്റ്റ് ചോദിക്കുന്ന ആൾക്കാർ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവർ യു ക്യാൻ ആൻസർ ഇൻ ചാറ്റ് ബോക്സ്. ഓക്കെ, സോ കശ്മി പറഞ്ഞു, വാട്ട് ഇസ് ദ ചാർജ് ആൻഡ് മാസ് ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് ആൻഡ് മാസ്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ഇതല്ലേ? പോസിറ്റീവാ. അപ്പൊ അതിന്റെ ചാർജ് എന്നാലും ആൽഫ പാർട്ടിക്കിളിനെ നമ്മൾ വി ഹാവ് കമ്പയർഡ് ഇറ്റ്സ് നെയിം ടു ആൽഫ പാർട്ടിക്കിളിനെ നമ്മൾ വേറൊരു എലമെന്റിന്റെ പാർട്ടിക്കിൾ ഒക്കെ ആയിട്ട് കാണിച്ചു തന്നില്ലേ? ഇഫ് ഇറ്റ് ലൂസസ് ഇത്ര ഇലക്ട്രോൺസ് ഇറ്റ് വിൽ ഗെയിൻ ഇത്രയും ചാർജ് ഗെയിൻ ചെയ്യും, മാസ് വിൽ ബി ദ സെയിം എന്നൊക്കെ പറഞ്ഞ ഒരു എലമെന്റിനോട് കമ്പയർ ചെയ്തില്ലേ?
അതായത് റേഡിയത്തിൽ നിന്ന് ഈ എലമെന്റ് പുറത്തേക്ക് വരാം, ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് വരാം, പൊളൈനത്തിൽ നിന്ന് ഈ ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് വരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആൽഫ പാർട്ടിക്കിൾ സിമ്പിൾ ആൻഡ് ഇറ്റ്സ് ചാർജ് ഇറ്റ്സ് മാസ് നമ്മൾ പഠിച്ചില്ലേ? ഓർക്കുന്നില്ല? ഉം. കിട്ടുന്നില്ല? അത് ചാറ്റ് ആ ലൈക്ക് അത് ഇന്നാണോ പഠിപ്പിച്ചേ? ആ ഇന്നാണ് അതിന് മെയിൻ ആയിട്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തന്നെ. ആരാ ഇന്ന് പറയാ? ആ ഞാൻ കേറാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു, സോ ആ ടൈമിൽ ഡിസ്കസ് അല്ല, അത് ചെയ്തതാണ്. കഴിഞ്ഞിട്ടാ. അത് കഴിഞ്ഞിട്ടാ. എന്നാ എനിക്ക് വസുദേവന് അറിയോ? ആ What's it about the helium where you remove the 2 electrons? yes, helium atomത്തിൽ നിന്ന് if you remove 2 electrons it will become helium 2 plus with the mass 4 itself. Mass അല്ലേ, it will be having the mass 4 itself. So ഇതിനെയാണ് we call it as an alpha particle. Okay, so alpha particle ന്റെ charge എന്താ? 2 plus, mass എന്താ? 4. 4. Okay, ക്ലിയർ ആണോ? സോ Yes, sir. ആൽഫ പാർട്ടിക്കിൾ ഇതായിരിക്കും കേട്ടോ. റേഡിയോ ആക്റ്റീവ് എലമെന്റ്സിൽ നിന്ന് സംടൈംസ് ആൽഫ പാർട്ടിക്കിൾ വരും, അല്ലെ ബീറ്റ പാർട്ടിക്കിൾ വരും, അല്ലെ ഗാമ പാർട്ടിക്കിൾ വരും. അത് ഇപ്പൊ നമ്മൾ പഠിക്കേണ്ട, ദാറ്റ് ഇസ് മോർ അബൌട്ട് ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ വരുന്ന. ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി, ആൽഫ പാർട്ടിക്കിൾ. സോ ആൽഫ Yeah. പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹീലിയം പാർട്ടിക്കിൾസ്. ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്സർവേഷൻസ്, പോസ്റ്റുലേറ്റ്സ്, ലിമിറ്റേഷൻസ് ഓഫ് തോംസൺസ് മോഡൽ ഓഫ് ആൻ ആറ്റം? ജീൻ പോൾ. Can you repeat the question again? Third question. What are the observations? Observations Ma'am, പറഞ്ഞാ ഇതിൽ മതി. എന്തോ What are the കോള് വരുവാ മാം. കോള് വരുവാണോ? എന്നാ റയാൻ പറഞ്ഞോ, കോള് കഴിഞ്ഞിട്ട് വരണേ. അതല്ല മാം, റയാൻ ഈ ലാപ്ടോപ്പിൽ എന്തോ കുഴപ്പമില്ല. ജീൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഓക്കെ. റയാൻ പറഞ്ഞോ, what are the observations of Thomson's model of atom? അല്ലെങ്കിൽ what did Thomson found out by his cathode ray experiment? ഹലോ, കേക്കുന്നില്ലേ? പറഞ്ഞോ. എന്താ ഓർമ്മ വരുന്നില്ലേ? തോംസൺസ് മോഡൽ ഓഫ് ആറ്റം എന്താന്ന് പറഞ്ഞാൽ മതി. തോംസൺസ് മോഡൽ ഓഫ് ആറ്റം എന്തിനെ വെച്ചാ കമ്പയർ ചെയ്തേ? മാം ഞാൻ പറഞ്ഞോട്ടെ. ആരാത്? ഇനി ജീന? കോളെ ജീൻ പറഞ്ഞോ. തോംസൺസ് മോഡല് തോംസൺ പറഞ്ഞ മറ്റേ മാം പ്ലം പുഡിംഗ് മോഡലും അതില് ഇലക്ട്രോൺസ് ആർ നോട്ട് എംബഡഡ് ഇൻ ഇറ്റ്, അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു മാം. അത് ലിമിറ്റേഷൻസ്. നമ്മൾ ഇത് എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾക്ക് ഓക്കെ, തോംസൺസ് മോഡലിന് നമുക്ക് അങ്ങനെ ഒബ്സർവേഷൻസ് ഇല്ല അല്ലെ, ലൈക്ക് ഒബ്സർവേഷൻ ഇല്ല. തോംസന്റെ കാഥോഡ് റേ എക്സ്പെരിമെന്റിന് വി ഹാവ് ഒബ്സർവേഷൻ, ലൈക്ക് കാഥോഡ് റേസ് എമിറ്റ് ഔട്ട് ആവുന്നു. ദീസ് ആർ മൂവിങ് ഫ്രം, എവിടെന്നാ മൂവ് ചെയ്യുന്നത്? ഫ്രം കാഥോഡ് ടു ആനോഡ്. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, സോ നമുക്ക് തോംസൺസ് മോഡലിന് ഒബ്സർവേഷൻ ആയിട്ട് വി ക്യാൻ റൈറ്റ് ദാറ്റ് എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റൽ എവിഡൻസ് ആണല്ലോ. ഇതെല്ലാം എക്സ്പെരിമെന്റൽ എവിഡൻസ് ആണ്. അങ്ങനെയല്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നുകൂടെ കേട്ടോ. തോംസൺ കാഥോഡ് റേ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ഫൗണ്ട് ചെയ്തു. ഓക്കെ, ആൻഡ് ഹി മെയ്ഡ് ഹിസ് ആറ്റം മോഡൽ. യു ക്യാൻ സേ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് ദാറ്റ് ആറ്റം മോഡൽ, വിച്ച് മീൻസ് എങ്ങനെയാണ് ആറ്റം മോഡൽ, എങ്ങനെയാ ഇരിക്കുന്നത്, വാട്ട് ഹി കമ്പയർഡ് സച്ച് ദാറ്റ് ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ, അതൊക്കെ പറഞ്ഞാലാണ് പോസ്റ്റുലേറ്റ്സ് ആയി. ലിമിറ്റേഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡ്രോബാക്സ് എന്താണ്? ജീന് പറയാവോ? പോസ്റ്റുലേറ്റ്സ് എന്താ? ഹി കമ്പയർഡ് ഓർ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം ഹി കമ്പയർഡ് ഇറ്റ് ടു failed to explain the position of proton and electrons, position of proton holding on to electron, അങ്ങനെ പറയാമോ? എന്നാ വസുദേവ് പറഞ്ഞോ. ജീൻ കേക്കണേ, യു ആർ ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. മാം പിന്നെ ഇത് ഓർമ്മ മാം, he failed to explain the scattering experiment, the Goldfield experiment. അങ്ങനെയല്ല, പറഞ്ഞുതരാം. വസുദേവ് പറഞ്ഞോ. Ma'am, basically explain the we alpha consider particle it as a positive sphere with yes. neutrons embedded in it. ന്യൂട്രോൺസ് ആണോ ഇലക്ട്രോൺസ് ആണോ? Electrons embedded in it. It was electrically neutral because
both were positively and negatively equal in charge. Okay. So, Jean Paul, observation എന്താന്ന് വെച്ചാല് like Thomson's model of atomത്തിന്റെ observation will be cathode ray from the cathode ray experiment he found some particles were emitted from the cathode side and was moving towards anode side. Okay, so he found that these are negatively charged particles and called them as electrons or cathode rays. Okay, and he made an atom model with this observation, and that model he compared it with the watermelon model or the plum pudding model. Okay, so he compared the atom to the watermelon model in such a way that just like the watermelon, the positive part inside an atom, the positive part of the positive part will be just like the red part of the watermelon, and also the seeds inside this watermelon he compared, or he the seeds inside the watermelon is equal to the electrons inside the atom in such a way that, so these electrons are embedded inside the atom in such a way that it neutralizes the positive sphere. That means the number of electrons is equal to the number of protons, so that there is no excess charge, excess positive charge or excess negative charge. The atom is neutral. കിട്ടിയോ പോസ്റ്റ്ലേറ്റ്സ്? ഓക്കെ, പിന്നെ ലിമിറ്റേഷൻ എന്താ ജീന് മനസ്സിലായില്ലേ? നമ്മൾ അത് ഒന്നുകൂടി ജസ്റ്റ് ജീൻ പറഞ്ഞത് കറക്റ്റ് ആണ്. ലൈക്ക് വാട്ടർമെലൺ മോഡലിനെ എങ്ങനെയാ കമ്പയർ ചെയ്തത്? ഓക്കെ, കമ്പയർ ചെയ്തപ്പോ പോസിറ്റീവ് ചാർജസ് എത്രയുണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. ഓക്കെ, എന്നാൽ മാത്രമല്ലേ എക്സസ് പോസിറ്റീവ് ഓർ എക്സസ് നെഗറ്റീവ് ഉണ്ടാവില്ല. സോ ഇറ്റ് വിൽ ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ. നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ഈക്വൽ ടു നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസ്. ഓക്കെ, ലിമിറ്റേഷൻ ആരാ പറയാ? Limitation, Aradhya, can you tell the limitation? എന്തായിരുന്നു ലിമിറ്റേഷൻ? അതായത് നമ്മുടെ തോംസന്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണല്ലോ വി മൂവ് ടു നെക്സ്റ്റ് വൺ. ആരാ? റൂദർഫോർഡ്. ലിമിറ്റേഷൻ എന്തായിരുന്നു? ഒന്നുമില്ല, ജസ്റ്റ് ഒരു പോയിന്റേ ഉള്ളൂ. ഇസ്യാന്ന് പറയാൻ പറ്റുമോ? വാട്ട് ഇസ് ദ ലിമിറ്റേഷൻ? Ma'am, can I tell? എന്നാ വസുദേവ് പറഞ്ഞോ. Ma'am, he didn't tell anything about the stability of the atom. അത്രേ ഉള്ളൂ. ഇഫ് യു ഡോണ്ട് നോ എനി ഫർദർ ആയിട്ട് ഒരു പോയിന്റും അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റേറ്റ് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് തന്നെയാണ്. ആ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതിന്റെ ഫർദർ റീസൺസ് ആണ്. ലൈക്ക് എന്തൊക്കെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് നമ്മൾ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് ന്യൂക്ലിയസിൽ വീഴുന്നു ഇതൊക്കെ. അതൊന്നും ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാം. ഇവിടെ തോംസൺസിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ലൈക്ക് ഹൗ ദീസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആർ അട്രാക്റ്റഡ്, എന്ത് കൈൻഡ് ഓഫ് ഫോഴ്സ് ആണ് ഇവരെ ഹോൾഡ് ചെയ്യുന്നത്, അങ്ങനത്തെ സ്റ്റെബിലിറ്റി റീസൺസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ തോംസണിന് പറ്റിയില്ല. ഓക്കെ ഓക്കെ, കിട്ടിയോ ആരാധ്യ? ഇനി നെക്സ്റ്റ് റൂദർഫോർഡിന്റെ മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാ? റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഒബ്സർവേഷൻസ് വേണ്ട, യു ക്യാൻ ജസ്റ്റ് ടെൽ ദ പോസ്റ്റുലേറ്റ്. ഒബ്സർവേഷൻ വരുന്ന ഗോൾഫോയിൽ എക്സ്പെരിമെന്റ് ആയിരിക്കും കേട്ടോ. വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് റൂദർഫോർഡ് ആറ്റം മോഡൽ? കശ്വി, റൂദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ്, വിച്ച് മീൻസ് യു ഹാവ് ടു ജസ്റ്റ് ഡിസ്ക്രൈബ് അബൌട്ട് ദ റൂദർഫോർഡ് ആറ്റം മോഡൽ. അത് ഗോൾഫോയിൽ ഇതല്ലേ എക്സ്പെരിമെന്റ് അല്ലേ? ഗോൾഫോയിൽ എക്സ്പെരിമെന്റ് റൂദർഫോർഡ് ചെയ്തു. എന്നിട്ട് റൂദർഫോർഡ് അവിടെ ഒരു സാധനം കണ്ടുപിടിച്ചു. വാട്ട് വാസ് ദ മെയിൻ സാധനം അവിടെ കണ്ടുപിടിച്ചത്? ന്യൂക്ലിയസ്. ഓക്കെ, സോ വിത്ത് ദിസ് ന്യൂക്ലിയസ് ഹി മെയ്ഡ് ആൻ ആറ്റം മോഡൽ. ആ ആറ്റം മോഡൽ എങ്ങനെയാ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക? അത്രേ ഉള്ളൂ. തോംസൺ വാട്ടർമെലൺ വെച്ച് കമ്പയർ ചെയ്ത് ആറ്റം മോഡൽ ഡിസ്ക്രൈബ് ചെയ്ത പോലെ ഹൗ റൂദർഫോർഡ് ഫോർമുലേറ്റഡ് ഹിസ് ആറ്റം മോഡൽ. സോളാർ സിസ്റ്റം ഓർ പ്ലാനറ്ററി മോഡൽ ഓർ ന്യൂക്ലിയർ മോഡൽ. ഓക്കെ, അതെങ്ങനെയാ? ഇനി അത് പറ, എന്താ സോളാർ സിസ്റ്റത്തിനെ വെച്ച്? സെന്ററിലുള്ള ന്യൂക്ലിയസ് സണ്ണായിട്ട് ന്യൂക്ലിയസ് സണ്ണായിട്ടല്ല, സോളാർ സിസ്റ്റത്തിലെ സണ്ണിനെ പോലെ ന്യൂക്ലിയസിനെ പറഞ്ഞു. ഓക്കെ, ന്യൂക്ലിയസ് സണ്ണായിട്ട് ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ ആറ്റത്തിനെ വെച്ച് പറയാം കേട്ടോ. ഓക്കെ, so he compared the nucleus with the sun and the solar system. Okay, just like how is the center of the sun is at the center of the solar system. അങ്ങനെ ബാക്കി പറഞ്ഞോ. He compared electrons as the planets which are revolving the sun. റിവോൾവിംഗ്. ഓക്കെ ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ അല്ലേ? സോ അവിടെ ഒക്കെ നിങ്ങൾ എന്തെഴുതുക? തോംസൺസിന്റെ മോഡൽ ഓഫ് ആറ്റം എഴുതുമ്പോൾ ഹിസ് ഇൻവെൻഷൻ വാസ് ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺസ് ഇൻവെൻഷൻ അല്ല, സോറി, ഡിസ്കവറി ചെയ്ത മെത്തേഡ് എഴുതുക, കാഥോഡ് റേ എക്സ്പെരിമെന്റ്.
ആൻഡ് ഇവിടെ റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ എഴുതുമ്പോൾ റൂദർഫോർഡിന്റെ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ന്യൂക്ലിയസ് ആയിരുന്നു. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏത് എക്സ്പെരിമെന്റ്? ഗോൾഫോയിൽ എക്സ്പെരിമെന്റ്. അതുകൂടി സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. എന്നിട്ട് വിത്ത് ദിസ് ന്യൂക്ലിയസ് ഹി ഡെവലപ്ഡ് ഹിസ് ആറ്റം മോഡൽ. He compared his atom model to the solar system model. Okay, just like how the sun is the center of the solar system, nucleus is there at the center of the atom, and electrons are revolving around this nucleus just like how the planets are revolving around the sun. Okay, ഇത്രയേ ഉള്ളൂ. പക്ഷെ what is the limitation then? ആരാധ്യ, ലിമിറ്റേഷൻ എന്താ? റൂദർഫോർഡിന്റെ ലിമിറ്റേഷൻ എന്താ? റൂദർഫോർഡിന്റെ ലിമിറ്റേഷൻ എന്താ? റൂദർഫോർഡ് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നേ? സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. റൂദർഫോർഡിന്റെ കേസിലെ സ്റ്റെബിലിറ്റി എങ്ങനെയായിരുന്നു? ഒരു മിനിറ്റ്, ആരാധ്യ പറയോ? നമുക്ക് നോക്കാം. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും പറയാം. ആരാധ്യ, നമ്മൾ ലാസ്റ്റ് ഒരു പിക്ചർ കണ്ടില്ലേ? ലൈക്ക് ഒരു സാധനം ഇങ്ങനെ പോയി ഇങ്ങനെ എവിടെയോ ചെന്ന് വീഴുന്നു. ആ സാധനം എന്താ? എന്തിന്റെ അകത്താ വീണേ? പറഞ്ഞോ. പ്രോട്ടോൺസ് ആണ് മാം. പ്രോട്ടോൺസ് അല്ലടാ. കേട്ടില്ലായിരുന്നോ? ആരാ പറയാ? ഒരു മിനിറ്റ്. റയാൻ പറയോ? റയാൻ. മാം, ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോൺസും ഇലക്ട്രോൺസും ആണ്. അങ്ങനെയല്ല, നമ്മൾ സോളാർ സിസ്റ്റം മോഡത്തിൽ എന്താ പറഞ്ഞത്? ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ്ലി റിവോൾവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ എനർജി എപ്പോഴും സെയിം ആയിരിക്കുമോ? നമ്മൾ തന്നെ ഇപ്പൊ കുറെ നേരം വട്ടം ചുറ്റി കളിക്കുക, നമ്മുടെ എനർജി സെയിം ആയിരിക്കുമോ? ഓക്കെ, കശ്മി പറഞ്ഞോ. ആ ഇലക്ട്രോൺസിന്റെ എനർജി ലൈക്ക് ഒരേ റൗണ്ടിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ എനർജി കുറഞ്ഞിട്ട് അത് വന്നിട്ട് ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് വീഴും. അപ്പൊ ആ ആറ്റം ബ്രേക്ക് ആവും. യെസ്, പക്ഷെ ഇത് റിയാലിറ്റിയിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ടോ വസുദേവ്? No, ma'am, it's not true. It is not true. It is not happening in real. അത് എന്തുകൊണ്ട്? Why it is not happening in real എന്ന് he was not able to explain. ആര്? റൂദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. റൂദർഫോർഡ് ഉണ്ടാക്കിയ ആറ്റം മോഡലാ. അപ്പൊ റൂദർഫോർഡ് അല്ലേ അതിന് ആൻസർ കൊടുക്കണ്ടേ? റൂദർഫോർഡിന് അത് പറയാൻ പറ്റിയില്ല. അപ്പൊ ആ ആറ്റം മോഡൽ ഫെയിൽ ആയി. ഓക്കെ, ഇനി ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ ഡിഡ് റൂദർഫോർഡ് സെലക്ട് എ ഗോൾഡ് ഫോയിൽ തന്നെ എടുത്തത് എന്തിനാ? ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഗോൾഡ് ഫോയില്. ഗോൾഡ് ഒരു മെറ്റലാ അല്ലേ? ഗോൾഡ് ഇസ് എ മെറ്റൽ. അത് മോസ്റ്റ് ഡക്റ്റൈല് മാലിബിൾ ഒക്കെ ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്നാ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഗോൾഡ് അല്ലേ? അപ്പൊ ഗോൾഡ് അത്രയും മോസ്റ്റ് ആയിട്ട് വലിച്ചു നീട്ടാനും ഫ്ലാറ്റ് ആക്കാനും ഒക്കെ പറ്റുന്ന ഒരു മെറ്റലാ ഗോൾഡ്. സോ ഗോൾഡിന്റെ ഫോയിൽ അത്രയും തിൻ ആയിരിക്കില്ലേ? സോ അത്രയും തിൻ ആയിട്ടുള്ള ഫോയിൽ വെച്ചിട്ടാണ് റൂദർഫോർഡ് ഇത് ടെസ്റ്റ് ചെയ്തത്. അത്രയും തിൻ ഫോയിൽ, ജസ്റ്റ് ലൈക്ക് ടിഷ്യൂ പേപ്പറിൽ നമ്മൾ എപ്പോഴും ഓർക്കുക, ടിഷ്യൂ പേപ്പറിൽ ഗൺ ഷോട്ട് ചെയ്യുമ്പോൾ ടിഷ്യൂ പേപ്പറിന്റെ അകത്തോടെ തെറിച്ചു പോലെ, അതേപോലെ തന്നെ എടുത്തതാണ് ഗോൾഡ് ഫോയിൽ. ഗോൾഡ് ഫോയിൽ അത്രയും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആറ്റത്തില് ഇത് ടെസ്റ്റ് ചെയ്യാൻ എടുത്തപ്പം ഹി ഗോട്ട് ദിസ് ആൽഫ പാർട്ടിക്കിൾസ് റീബൗൺസിങ്. ഓക്കെ, അത്രയും ലൈറ്റസ്റ്റ് മെറ്റൽ എടുത്തത്. ബിക്കോസ് ഗോൾഡ് ഇസ് മോസ്റ്റ് മാലിബിൾ, മോസ്റ്റ് ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റൽ ആണ്. സോ ദാറ്റ് വിൽ ബി, അതിന്റെ ഗോൾഡ് ഫോയിൽ വിൽ ബി ദ വെരി ലൈറ്റസ്റ്റ് ആയിട്ട് അത്രയും തിക്നെസ് കുറവുള്ള ഒരു ഫോയിലാണ് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി ഹി സെലക്ടഡ്. സോ അതിനകത്ത് ഹി ഒബ്സർവ് ദീസ് ഫൈൻഡിങ്സ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഗോൾഡ് ഫോയിൽ സെലക്ട് ചെയ്തട്ടോ. ഓക്കെ, ഗോൾഡ് ഫോയിൽ അത്രയും തിൻ ആയിരിക്കും. ഓക്കെ. സോ ഇനി നോക്ക്, ഡാൾട്ടൺസ് ആറ്റമിക് തിയറിയുടെ കീ പോയിന്റ്സ് ആരാ പറയാ? ഇസ്യാൻ പറയാവോ? any most important 3 key points ഉണ്ട് ഡാൾട്ടന്റെ പോസ്റ്റുലേറ്റ്സ്. ഇസ്യാൻ പറയാവോ? ഇനി ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്യണം കേട്ടോ, ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ. ഇസ്യാന് പറയാവോ? ഡാൾട്ടൺ നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റൽ ബേസിസിൽ നമ്മളൊരു ആറ്റത്തിനെ ഡിഫൈൻ ചെയ്ത സയന്റിസ്റ്റ് ആയിരുന്നു ഡാൾട്ടൺ, ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടന്റെ പോസ്റ്റുലേറ്റ്സ് എന്താ? സിമ്പിൾ പോസ്റ്റുലേറ്റ്സ് ബട്ട് വെരി ഇമ്പോർട്ടന്റ് പോസ്റ്റുലേറ്റ്സ് ആണ്. ഇസിയാൻ മിണ്ടാതിരിക്കരുത്, അറ്റ്ലീസ്റ്റ് ചാറ്റ് ബോക്സിൽ ആൻസർ തരണം. ഓക്കെ, റയാന് പറയാവോ? റയാൻ.
Ma'am, all matter is made up of very tiny particles ആ called atoms. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്താ പറഞ്ഞേ? ടൈനി പാർട്ടിക്കിൾസ് ഡിവിസിബിൾ ആണോ ഇൻഡിവിസിബിൾ ആണോ? അതും അതിന്റെ അകത്തെ മെയിൻ പോയിന്റ് ആട്ടോ. Indivisible. ഇൻഡിവിസിബിൾ, അത് ആഡ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ, സോറി, ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്. ഓക്കെ, വിത്ത് വിച്ച് മാറ്റർ ഇസ് മെയ്ഡ് ഓഫ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ ഡാൾട്ടൻ? രണ്ടാമത് നമ്മുടെ രണ്ട് സാധനങ്ങൾ ആ ഒരു പോയിന്റ് വെച്ചിട്ട് ഡിസ്കവർ ചെയ്തു. എന്താ രണ്ടാമത്തെ പോയിന്റ്? ജീൻ പോൾ പറയാവോ? ജീൻ, ഞാൻ ഹിന്റ് തരാം. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവ് ഗ്ലിച്ച് ഒരാവണയും കൂടെ ക്വസ്റ്റ്യൻ പറയാം മാം. ഗ്ലിച്ച് ആയിരുന്നു ലാസ്റ്റ് മിനിറ്റ്. മുഹമ്മദ് അതിന്റെ ആൻസർ പറഞ്ഞു. അതായത് ഡാൾട്ടന്റെ കുറെ പോസ്റ്റുലേറ്റ്സ് നമ്മൾ പഠിച്ചില്ലേ? ഡാൾട്ടന്റെ പോസ്റ്റുലേറ്റ്സിൽ ഡാൾട്ടന്റെ മെയിൻ 3 പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. ആ മെയിൻ 3 പോസ്റ്റുലേറ്റ്സ് അതിനെ എല്ലാം കോൺട്രഡിക്ട് ചെയ്ത് നമ്മൾ 3 സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ മെയിൻ 3 പോസ്റ്റുലേറ്റ്സ് ഏതൊക്കെയാണ്? ഒരെണ്ണം നമ്മുടെ ആരാ പറഞ്ഞ? റയാൻ പറഞ്ഞു. ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ, ഓൾ മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ദീസ് ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. രണ്ടാമത്തത് ഐ ഹാവ് സ്റ്റാർട്ടഡ്, നമ്മളൊരു ഹിന്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഹാവ് ഓൾ ദ പ്രോപ്പർട്ടീസ് സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഡിഫറെന്റ്. സെയിം. ആറ്റംസ് ഓഫ് ദ സെയിം അല്ല, ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും എന്നായിരുന്നു ഡാൾട്ടൺ പറഞ്ഞത്. ബട്ട് ബൈ ദ ഡിസ്കവറി ഓഫ് ഐസോടോപ്സ് അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു. പിന്നെ അതെ, മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് അപ്പൊ എന്താ? ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആണോ സെയിം ആണോ? ഡാൾട്ടൺ രണ്ട് രീതിയിൽ പറഞ്ഞു. ആറ്റംസ് ഓഫ് സെയിം എലമെന്റിന്റെ എല്ലാ ആറ്റത്തിനും എല്ലാ പ്രോപ്പർട്ടീസ് സെയിം ആണെന്ന് പറഞ്ഞു. ഡിഫറെന്റ് എലമെന്റ്സിന്റെ എല്ലാ ആറ്റംസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആണെന്നും പറഞ്ഞു. പക്ഷെ ഇതിനെ രണ്ടിനെയും കോൺട്രഡിക്ട് ചെയ്യുന്ന ഫൈൻഡിങ്സ് പിന്നീട് ഉണ്ടായി. അവരാണ് ഐസോടോപ്സ് ആൻഡ് ഐസോബാർസ്. ഇത് മനസ്സിലായില്ലെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്താ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബാക്കി എല്ലാവർക്കും അത് ക്ലിയർ ആയിരുന്നോ? കശ്വി, പിന്നെ വസുദേവ്, ജീൻ, എല്ലാവർക്കും അത് ക്ലിയർ? ഐസോടോപ്സ് ഈ സെയിം അറ്റോമിക് നമ്പർ, ഐസോബാർസ് ഡിഫറെന്റ്. യെസ്. മാസ് നമ്പേഴ്സ്. ഐസോബാർസ് സെയിം മാസ്. ഐസോബാർസ് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ, ഐസോബാർ എന്താ ഇപ്പൊ പറഞ്ഞേ? എന്താ ഒന്നുകൂടി പറ. Isotopes different mass number, isobars different atomic numbers. യെസ്, കറക്റ്റ്. ഇപ്പൊ ശരിയായി. വെരി ഗുഡ്. ഓക്കെ, ഇനി വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് പ്ലം പുഡിംഗ് മോഡൽ നമ്മൾ ഓൾറെഡി ചോദിച്ചല്ലേ. J.J. Thomson's limitations. He was not able to explain the stability. That means he was not able to explain how these positive charges and negative charges was present in an atom. Okay, what forces are holding them? Adonnu explain cheyan Thomson was not able. Okay, അതുകൊണ്ട് that was the limitation. So who discovered the 3 subatomic particles? Adara paraya? Aradhya, can you tell the answer for that? Easy question. Who discovered the 3 subatomic particles? അതായത് ഇലക്ട്രോൺസ് ആരാ ഡിസ്കവർ ചെയ്തേ? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. ഒരു മിനിറ്റ്, എന്തോ ഒരു പ്രശ്നം ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, എന്നാ വസുദേവ് പറഞ്ഞു അതിന്റെ ആൻസർ. ആരാധ്യ, നമുക്ക് ടൈം ഷോർട്ട് ആയതുകൊണ്ട് ഞാൻ വേറെ ക്വസ്റ്റ്യൻ തരാം. വസുദേവ് പറഞ്ഞു അതിന്റെ ആൻസർ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്, ഓക്കെ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ഗോൾഡ്സ്റ്റീൻ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. Thomson, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഗോൾഡ്സ്റ്റീൻ. ഓക്കെ, കറക്റ്റ്. ഓക്കെ, സോ വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ആൻ ആറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും കശ്മീർ ദി ആൻസർ? ആറ്റത്തിന്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളത്? കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ആൻ ആറ്റം? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ്. ന്യൂക്ലിയസ് കൂടെ പറയാം കേട്ടോ, ന്യൂക്ലിയസ് കൂടി പറയാം. ഓക്കെ, ന്യൂക്ലിയസിന്റെ അകത്താണ് ദിസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇരിക്കുന്നത്. സോ ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഒരു 2 more questions.
Okay. So how did Thomson atom model show that atom is neutral? എങ്ങനെയാ? By making what all things equal ആന്നാ പറഞ്ഞത്? This 25th question. ആരാ പറയാ? Who will answer? ആരാധിക്ക് പറയാവോ? ആരാധ്യ? Yes, ma'am. ആരാധ്യ പറഞ്ഞോ. How Can I did say? Thom ഞാൻ പറയട്ടെ? വേണ്ട. ഇതിപ്പോ ആരാധ്യ പറയട്ടെ. എനിക്ക് തോന്നുന്നു ആരാധ്യക്ക് ചാൻസേ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വേറെ തരാം. ഓക്കെ, ആരാധ്യ പറഞ്ഞോ. അത് തോംസന്റെ ഒരു മോഡൽ ഉണ്ടായിരുന്നല്ലോ, പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറഞ്ഞു. പ്ലം പുഡിംഗ് അതില് മോഡലില് അതിൽ അദ്ദേഹം പറഞ്ഞത് ആ വാട്ടർമെലൻ എന്ന് പറയുന്ന ഒരു ആറ്റമാണ്. ആ, ആ ആറ്റത്തിന്റെ water. അകത്ത് ആ റെഡ് പൾപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോട്ടോൺസിനെയാണ്. ആ. അതില് yes. അതേപോലെ തന്നെ ആ പ്രോട്ടോൺസിന്റെ അതേ അളവിൽ തന്നെ ഇലക്ട്രോൺസും അതിൽ എംബഡഡ് ആയിട്ടുണ്ട് സീഡ്സ് ആയിട്ട്. ഓക്കെ. സോ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയി വന്നു. അപ്പൊ എന്താ? ഫുൾ ആയിട്ട് ന്യൂട്രൽ ആയി. ഓക്കെ. സോ Yes, ma'am. അങ്ങനെയായിരുന്നു തോംസൺ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഈ ക്വസ്റ്റ്യൻ ആരാ പറയാ? 26th ക്വസ്റ്റ്യൻ വസുദേവ് പറഞ്ഞോ. ലൈക്ക് ഇഫ് ന്യൂക്ലിയസ് ഒരു 1 rupee കോയിൻ, ആറ്റം സൈസ് ഇസ് എ ഫുട്ബോൾ സ്റ്റേഡിയം. ഇതിൽ നമുക്ക് എന്തൊക്കെയാ ഇതിന്ന് ഒരു റിസൾട്ട് ആയിട്ട് പറയാൻ പറ്റുന്നേ? 25th ആണോ 26th ആണോ? 25th ഓൾറെഡി ഇപ്പൊ പറഞ്ഞു. 26th one. Ma'am, according to this shows that the atom is small, I guess. Not atom is small, nucleus is small. അതായത് ആറ്റം സൈസ് ഇസ് എ ഫുട്ബോൾ സ്റ്റേഡിയം, ന്യൂക്ലിയസ് സൈസ് ഇസ് എ 1 rupee കോയിൻ ഇൻസൈഡ് ഇറ്റ്, അല്ലെങ്കിൽ 1 rupee കോയിൻ. ഓക്കെ. സോ അവിടെ നമുക്ക് കിട്ടുന്ന ഇൻഫറൻസ് എന്തൊക്കെയാണ്? ആറ്റം സൈസ്, ആറ്റത്തിനെ മാത്രം, ആറ്റം ആൻഡ് ഇറ്റ്സ് കോമ്പണൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആറ്റം ഇസ് വെരി ബിഗ്. ഓക്കെ, ആറ്റം ഇസ് വെരി ബിഗ് വെൻ വി ആർ കൺസിഡറിങ് ഓൺലി ദി ആറ്റം ആൻഡ് ഇറ്റ്സ് കോമ്പണൻസ്. ഓക്കെ. അപ്പം ആറ്റത്തിന്റെ അകത്ത് ഒരു ചെറിയ പോർഷനിൽ മാത്രമാണ് വി ഹാവ് ദിസ് ന്യൂക്ലിയസ്. സോ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മാസ് ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ വെരി ടൈനി പോർഷൻ, നോട്ട് ജസ്റ്റ് ലൈക്ക് ഹൗ തോംസൺ പറഞ്ഞതുപോലെ അല്ല. തോംസൺ പറഞ്ഞത് പോസിറ്റീവ് പാർട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു സ്പിയർ പോലെ നിൽക്കുവാണ്. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ആറ്റം ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആണെങ്കിൽ അതിന്റെ സെന്റർ പോർഷനിൽ മാത്രം, ജസ്റ്റ് ഒരു ടൈനി പോർഷനിൽ മാത്രമാണ് വി ഹാവ് ദിസ് പ്രോട്ടോൺസ്, വി ഹാവ് ദിസ് ന്യൂട്രോൺസ്, ഓർ വി ഹാവ് ദിസ് ന്യൂക്ലിയസ്. അപ്പൊ ആറ്റത്തിന്റെ സൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് ഇസ് വെരി 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 സ്മോൾ. ഓക്കെ, ജസ്റ്റ് ഒരു ടൈനി പോർഷനിൽ മാത്രമാണ് വി ഹാവ് ദിസ് മാസ് ഓഫ് ദി ആറ്റം ഓർ ദ ന്യൂക്ലിയസ് കോൺസെൻട്രേറ്റഡ്. അത്രേ ഉള്ളൂ. ഡയറക്റ്റ് ഇത് തന്നെ. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ വാട്ട് ഇസ് മാസ് നമ്പർ? ജസ്റ്റ് one question. Okay, mass number എന്തായിരുന്നു? What is equal to mass number? Ma'am, mass number is the number of neutrons and protons in the nucleus. Okay, what is atomic number? Ma'am, number of the protons. Okay, number of protons in any atom, and it is also equal to number of electrons in case of a neutral atom. ന്യൂട്രൽ ആറ്റം, അതായത് ഹീലിയം +2+ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അതായത് ഇഫ് ദർ ഇസ് നോ കാറ്റോൺസ് ആനോൺസ് ഒന്നും ഫോം ആയിട്ടില്ല, ജസ്റ്റ് ന്യൂട്രൽ ആറ്റം ആണ് ഹീലിയം, ഹൈഡ്രജൻ. പ്ലസ് ചാർജോ നെഗറ്റീവ് ചാർജോ ഒന്നും ഇല്ലെങ്കിൽ ദാറ്റ് ഇസ് എ ന്യൂട്രൽ ആറ്റം. അതിനകത്തുള്ള number of electrons is also equal to the atomic number, which means number of electrons is equal to the number of protons. Okay, ഇനി ആർക്കെങ്കിലും മാസ് നമ്പർ എന്താന്ന് മനസ്സിലായില്ല. മാസ് നമ്പർ എന്ന് പറഞ്ഞാല് നമ്മുടെ ആ ന്യൂക്ലിയസിന്റെ മാസ് ഇല്ലേ? ഓക്കെ, ആ ന്യൂക്ലിയസിന്റെ മാസ്, ആ മാസ് ആണ് മാസ് നമ്പർ. ആ മാസ് എന്തായിരിക്കും? ന്യൂക്ലിയസിന്റെ അകത്ത് ആരോ ഉള്ള പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അപ്പൊ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും സം ആയിരിക്കും മാസ് നമ്പർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവരും ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു. ഓക്കെ, ഇസ്യാന് എന്താ നെറ്റ്വർക്ക് മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വേറൊരു രീതിയിൽ വേറെ ക്വസ്റ്റ്യൻ ഫോമിൽ ഡിസ്കസ് ചെയ്താണ്. ഈ ക്വസ്റ്റ്യൻസിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ ലീവ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റേ ബാക്ക്. ഓക്കെ, നമുക്ക് D2 ഫോർസ് മോഡൽ ഓഫ് ആറ്റം ആയിട്ട് വരാം. ഓക്കെ ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ ലീവ്. ഓക്കെ ഓക്കെ, 26th ക്വസ്റ്റ്യൻ്റെത് മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. ഓക്കെ, പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാത്തവർക്ക് യു ക്യാൻ ലീവ്. ഓക്കെ, ജീന് ഡൗട്ട് ഉണ്ടോ? No, ma'am. ഇല്ല. ജീന് ഡൗട്ട് ഇല്ലെങ്കിൽ യു ക്യാൻ ലീവ്, അല്ലെങ്കിൽ കശ്വിയുടെ മീൻസ് ഡൗട്ട്സ് മീൻസ് അത് ക്ലിയർ ആക്കുന്നത് കേൾക്കണമെങ്കിൽ നിൽക്കാം. ഓക്കെ, അല്ലാത്തവർക്ക് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലീവ് ചെയ്യാം. കശ്വിക്ക് 26th ക്വസ്റ്റ്യൻ മനസ്സിലായില്ല അല്ലേ? Bye, ഓക്കെ, ബൈ ബൈ ബൈ.
ഓക്കെ 26th ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഇത് നമുക്കൊരു കോൺസെപ്റ്റ് തന്നേക്കുക. ലൈക്ക് ഇഫ് ന്യൂക്ലിയസ് ഒരു 1 rupee കോയിൻ, 1 rupee കോയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇച്ചിരിയല്ലേ ഉള്ളൂ, 1 rupee കോയിൻ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ആറ്റം സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം, ആറ്റത്തിന്റെ സൈസ് നമ്മൾ കമ്പയർ ചെയ്യാണ് ഒരു വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം. ഓക്കെ, അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു 1 rupee കോയിൻ വെച്ചാൽ എത്ര ഉണ്ടാവും? ആ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഒരു 1 rupee കോയിനെ ആരെങ്കിലും മൈൻഡ് ആക്കോ? ഇല്ല. അത്രയും ചെറുതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ആറ്റത്തിനെ വെച്ച് നോക്കുമ്പം ആറ്റം നമുക്കറിയാം കുറെ ആറ്റംസേ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസാ. പക്ഷെ ആ ആറ്റം തന്നെ സൂം ചെയ്യുമ്പം ആ ആറ്റത്തിന്റെ അകത്തെ ഒരു കുഞ്ഞു പോർഷനിലേ നമ്മുടെ ന്യൂക്ലിയസ് ഉള്ളൂ. ഈ ന്യൂക്ലിയസിന്റെ അകത്താണ് പക്ഷെ എല്ലാ മാസ് ഓഫ് ദിസ് ഫുൾ ആറ്റത്തിന്റെയും മാസ് ഇരിക്കുന്ന എവിടെയാ? ഈ ന്യൂക്ലിയസിന്റെ അകത്താ. കാരണം എന്താ? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആണ് നമ്മുടെ ന്യൂക്ലിയസിന്റെ അകത്തുള്ള ആൾക്കാർ. സോറി, നമ്മുടെ ആറ്റത്തിന്റെ അകത്തുള്ള ആൾക്കാർ. അതിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഇങ്ങനെ ഇവിടെ ഷെൽസിലായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇലക്ട്രോൺസ് ഓരോ ഷെൽസിലായിട്ട് പ്രസന്റ് ആണ്. ആൻഡ് മാത്രമല്ല ബൈ റൂദർഫോർഡിന്റെ ഫൈൻഡിങ്സിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഓരോ റേസും ഒരു ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ, ഒരു ഡീവിയേഷനും ഇല്ലാതെ അങ്ങ് കയറി പോയല്ലേ ഗോൾഫ് ഓയിലിന്റെ അകത്തോടെ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ പോർഷനിലും ഇലക്ട്രോൺസും ഇല്ല, കുറെ സ്പേസും എംറ്റിയാ. ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും അത് ന്യൂക്ലിയസിന്റെ ഒക്കെ കുറച്ചുകൂടി ഫെർദർ എവേ ആയിട്ട് അങ്ങനെ ഓരോ ഷെൽസിലായിട്ടാ. അപ്പൊ അതിന്റെ ഇടയിലുള്ള സ്പേസ് ഒക്കെ എംറ്റിയാ. ആ എംറ്റി സ്പേസിൽ കൂടെയാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് പോയിട്ട് എന്തായത്? ഒരു ഡീവിയേഷനും ഇല്ല, വിതൗട്ട് എനി ഡിഫ്ലക്ഷൻ ഇറ്റ് ഹാസ് പാസ് ത്രൂ ദ ഗോൾഫ് ഓയിൽ. ഓക്കെ, അപ്പം നമ്മുടെ ഫുട്ബോൾ സ്റ്റേഡിയത്തിനോട് വി ആർ കമ്പയറിംഗ് ദി ആറ്റം സൈസ്. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു 1 rupee കോയിന്റെ സൈസ് മാത്രമേ ഉള്ളൂ ഫോർ ദ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് നമുക്ക് ഓൾറെഡി അറിയാം. ന്യൂക്ലിയസിന്റെ അകത്ത് ആരൊക്കെയാ ഉള്ളത്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് അല്ലേ? യെസ്, ഇലക്ട്രോൺസ് ഇരിക്കുന്നത് ഇൻസൈഡ് ദി ആറ്റം, എവേ ഫ്രം ദ ന്യൂക്ലിയസ് ഇൻ ദ ഷെൽസ്. ഓക്കെ, സോ ഈ ഷെൽസിന്റെ ഇടയിലൊക്കെയുള്ള മോസ്റ്റ് ഓഫ് ദ സ്പേസസ് എംറ്റി. ഓക്കെ, അല്ലാതെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൂടി 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 ഇങ്ങനെ ഇലക്ട്രോൺസ് ഇരിക്കാന്നല്ല. ഇലക്ട്രോൺസ് അതിനൊക്കെ ഓരോ ഷെല്ലുണ്ട്, അതുകൊണ്ട് കുറെ സ്പേസും ഇടയിലുള്ളത് എംറ്റിയാ. അപ്പൊ ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇരിക്കുന്നത് നമ്മുടെ ഈ കുഞ്ഞൊരു പോർഷൻ ആയിട്ടുള്ള ന്യൂക്ലിയസിന്റെ അകത്താ. അതായത് ആ ഫുട്ബോൾ സ്റ്റേഡിയത്തിലെ ഒരു 1 rupee കോയിനിലാണ് ഈ ഫുൾ മാസ് ഓഫ് ദ സ്റ്റേഡിയം ഇരിക്കുന്നത്. അതായത് ആ ആറ്റത്തിന്റെ ഫുൾ മാസ് ഇരിക്കുന്നതും അതിന്റെ ന്യൂക്ലിയസിന്റെ അകത്താണ്. കാരണം ന്യൂക്ലിയസിന്റെ അകത്താണ് ആരുള്ളത്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അത് എന്തുകൊണ്ടാണ് ഇവിടെ തന്നെയാണ് ഈ ആറ്റത്തിന്റെ മാസ് ഫുൾ ഇരിക്കാൻ പറയുന്നതെന്നുള്ള കാരണം നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ഇലക്ട്രോൺസിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നെഗ്ലിജിബിളാ, 0.0000 അങ്ങനെ എന്തോ. ഓക്കെ, പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും മാസ് ഓൾമോസ്റ്റ് ഈക്വൽ ആ രണ്ടുപേരുടെയും, അതായത് 1.00 സംതിങ്. ഇലക്ട്രോൺസിന്റെ ഈ 0.0000 എത്രയോ സീറോസ് ഉണ്ട്. ആ ഇതിനോട് ഇഫ് യു ആർ മൾട്ടിപ്ലൈയിങ് ഇറ്റ് വിത്ത് 1890 ഓൾമോസ്റ്റ്, അത്രയും ടൈംസ് ഈ ഇലക്ട്രോൺസിന്റെ മാസിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രോട്ടോണിന്റെ മാസിനോട് ഈക്വൽ ആവുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു എ ന്യൂട്രോൺസ് മാസ്. ഓക്കെ, അപ്പം ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസിനെക്കാട്ടിലും അത്രയും ഹെവിയാ. നോട്ട് 1 time അല്ല, 2 time അല്ല, 3 time അല്ല, ഓൾമോസ്റ്റ് 2000 times ഹെവിയർ. അപ്പോൾ നോക്കിക്കേ, ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിന്റെ അകത്തുള്ളത്. അപ്പൊ ഈ ഹെവി ആയിട്ടുള്ള ആൾക്കാർ മൊത്തം, വൈൽ കമ്പയറിംഗ് ഇറ്റ് വിത്ത് ദി ഇലക്ട്രോൺസ്, ഈ ഹെവി ആയിട്ടുള്ള ആൾക്കാർ മൊത്തം ഇരിക്കുന്നത് ഈ ന്യൂക്ലിയസിന്റെ അകത്താണ്. സോ അതുകൊണ്ട് ന്യൂക്ലിയസ് ഭയങ്കര ഡെൻസർ ആയിരിക്കും. അതാണ് അതിന്റെ ന്യൂക്ലിയസിന്റെ അകത്താണ് ഫുൾ മാസ് ഓഫ് ദി ആറ്റം ഇരിക്കുന്നതെന്ന് പറയാനുള്ള കാരണം അതാ. ഇലക്ട്രോൺസിന്റെ മാസ് നെഗ്ലിജിബിൾ ആ വൈൽ കമ്പയറിംഗ് ടു ദ മാസ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അതുകൊണ്ട് ഫുൾ മാസ് ഓഫ് ദി ആറ്റം ഇസ് എവിടെയാ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാന്ന് വെച്ചാൽ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസ് പക്ഷെ നമ്മുടെ തോംസൺ പറഞ്ഞത് എന്താ? തോംസന്റെ മോഡലിൽ പറഞ്ഞത് എന്താ? വാട്ടർമെലണിന്റെ റെഡ് പാർട്ട് പോലെ ഫുൾ പോസിറ്റീവ് ചാർജ് ഇരിക്കുവാന്നാ. അങ്ങനെ അല്ലല്ലോ. പക്ഷെ ശരിക്കും ഡിഫ്ലക്ഷൻ നമുക്ക് ആകെ ഒരു കുറച്ച് ഭാഗത്ത് തട്ടിയപ്പോഴേ വന്നുള്ളൂ. ഇവിടുന്ന് ഇച്ചിരി എവിടെയോ തട്ടിയപ്പോഴേ ഡിഫ്ലക്ഷൻ വന്നുള്ളൂ. കുറേ റേസും ഇങ്ങനെ ഡീവിയേഷൻ ഇല്ലാതെ പോവുക ചെയ്തേ. അതിന്റെ അർത്ഥം തോംസൺ പറഞ്ഞ പോലെ ഇങ്ങനെ ഫുള്ളായിട്ട് പോസിറ്റീവ് പാർട്ട് ഇരിക്കുകയല്ല, അത് ആകെപ്പാടെ കുറച്ച് ഭാഗത്തെ ഈ പോസിറ്റീവ് ചാർജേ ഉള്ളൂ. അത് നമ്മുടെ ന്യൂക്ലിയസിന്റെ അകത്താണ്. ഈ ന്യൂക്ലിയസിന്റെ അകത്ത് തന്നെ ന്യൂട്രോൺസും കൂടെ വരുന്നതുകൊണ്ട് അവിടെ സ്ട്രൈക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ പാർട്ടിക്കിൾസ് മീൻസ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ്, നമ്മുടെ ഹീലിയം 2+ പാർട്ടിക്കിൾസ് തിരിച്ച് റീബൗണ്ട് ചെയ്യുന്നു. ഓക്കെ, സോ ന്യൂക്ലിയസ് അത്രയും കുഞ്ഞൊരു പാർട്ടാണ് ആറ്റത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ഈ ബാക്കിയുള്ള സ്പേസിൽ ഇലക്ട്രോൺസ് ഉണ്ട് ഷെൽസിലായിട്ട്, പക്ഷെ മോസ്റ്റ് ഓഫ് ദ സ്പേസും എംറ്റി ആണ്.
ഓക്കെ, ഈ നടുക്ക് ഉള്ള ഈ ഒരു കുഞ്ഞു പോർഷൻ ആണ് ന്യൂക്ലിയസ്. അവിടെയാണ് മോസ്റ്റ് ഓഫ് ദ മാസും ഇരിക്കുന്നത്. അതായത് ഭയങ്കര ഇലക്ട്രോൺസിനെക്കാട്ടിലും മച്ച് ഹെവിയർ ആയിട്ടുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും റിസൈഡ് ചെയ്യുന്ന ന്യൂക്ലിയസിലാണ്. സോ മാസ് ഓഫ് ദ ഫുൾ ആറ്റം അവിടെ തന്നെയാണെന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലാരിഫിക്കേഷൻ, എന്റെ പേര് കശ്വി എന്നല്ല, കാശ്വി എന്നാണ്. കാശ്വി എന്നാണോ? ഓക്കെ ഓക്കെ ഓക്കെ, കാശ്വി. ഓക്കെ വേറൊന്നുമില്ല, ഏ ജസ്റ്റ് പറഞ്ഞില്ല, വേറൊന്നുമില്ല. ഓക്കെ, മനസ്സിലായി. ഞാൻ ഇങ്ങനെ കശ്വി കശ്വി എന്ന് അങ്ങനെ വായിച്ചു പോയി. ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ആരാധ്യക്കുണ്ടോ? ആരാധ്യ? മാം എനിക്ക് ഫസ്റ്റ് ആൻസർ തേർഡ്. ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലേ, തേർഡ് പറഞ്ഞിരുന്നു. ഇതാണോ ഈ അല്ലല്ല. 21st? പിന്നെ ഏതാ? തോംസന്റെയും അതിന്റെ ആറ്റം മോഡലിന്റെ അത് വേറെ സ്ലൈഡില്ല. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. സ്ക്രീൻ ഇത് തന്നെയാണോ പറഞ്ഞത്? ഫസ്റ്റത്തെ സ്ലൈഡിൽ കാണിച്ച ക്വസ്റ്റ്യൻസ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഇതാണോ? അതെ അതെ അതെ. ഇതിലെ തേർഡ് ക്വസ്റ്റ്യനാ? ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഒബ്സർവേഷൻസ്, വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ്സ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്. കാശ്വി യു ക്യാൻ ലീവ്. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ ഇതെന്താണെന്നറിയാവോ? നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയാന് ഇപ്പൊ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം, റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എന്നല്ലേ? അതായത് തോംസന്റെ മോഡൽ എന്താ? വാട്ടർമെലൻ മോഡൽ അല്ലേ? വാട്ടർമെലൻ മോഡൽ. അപ്പൊ വാട്ടർമെലൻ മോഡൽ ഉണ്ടാവുന്നതിന് മുന്നേ തോംസൺ എന്താ ഒബ്സർവ് ചെയ്തേ? തോംസൺ എന്താ കണ്ടുപിടിച്ച്? ഇലക്ട്രോൺസ് അല്ലേ? ഏത് എക്സ്പെരിമെന്റിൽ കൂടെ കണ്ടുപിടിച്ചേ? വെരി ഗുഡ്, കാഥോഡ് റേ എക്സ്പെരിമെന്റ്. ഈ കാഥോഡ് റേ എക്സ്പെരിമെന്റിന്ന് അപ്പൊ ഒബ്സർവേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാധിക്ക് അത് പറയാം. അതായത് തോംസൺ എന്ത് ചെയ്തു? കാഥോഡ് റേ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തപ്പം he noticed that some of the rays or some of the particles were emitted out from the cathode and it moved towards anode. Okay, അപ്പൊ ആനോഡ് പോസിറ്റീവ് പ്ലേറ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് പാർട്ടിക്കിൾസ് ആയിരിക്കും മോസ്റ്റ്ലി ആനോഡിലേക്ക് നീങ്ങിയിട്ടുണ്ടാവുക അല്ലേ? അല്ലേ? മനസ്സിലായില്ല? ഹലോ, മനസ്സിലായില്ല? മനസ്സിലായില്ലെങ്കിൽ ഇത് നോക്കിക്കോ. നമ്മുടെ ഇന്നലത്തെ എക്സ്പെരിമെന്റ് തന്നെ, നമ്മുടെ കാഥോഡ് റേ എക്സ്പെരിമെന്റ് തന്നെ. ഇത് കണ്ടോ? ഇവിടെ 2 പ്ലേറ്റ് ഉണ്ട്, ആനോഡും കാഥോഡും. ആനോഡിന്റെ ചാർജ് നെഗറ്റീവാ, കാഥോഡിന്റെ ചാർജ് പോസിറ്റീവാ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബാറ്ററിനോടൊക്കെ കണക്ട് ചെയ്ത് സ്വിച്ച് ഇട്ടു. നമ്മൾ ലൈറ്റ് ഒക്കെ ഓൺ ആക്കാൻ വേണ്ടി സ്വിച്ച് ഇടുന്ന പോലെ സ്വിച്ച് ഇട്ടു. സ്വിച്ച് ഇട്ട് കഴിഞ്ഞപ്പം തോംസൺ കണ്ടു ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ ഈ സൈഡിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ഈ സൈഡ് എന്താ? പോസിറ്റീവ് സൈഡ് അല്ലേ? ഈ സൈഡ് നെഗറ്റീവ് സൈഡ്. അപ്പൊ പോസിറ്റീവ് സൈഡിൽ ചെന്ന് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഈ സാധനം നെഗറ്റീവ് ആയിരിക്കില്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്. സെയിം ചാർജാ വരുന്നെങ്കിൽ അട്രാക്ട് ചെയ്യില്ല, അവർ അകന്നകന്ന് പോകും. മാഗ്നറ്റിന്റെ ഓപ്പോസിറ്റ് പോൾസ് വെക്കുമ്പോൾ അവർ അട്രാക്ട് ചെയ്യും. സെയിം പോൾസ് ആണെങ്കിൽ അവര് അകന്നകന്ന് പോവില്ലേ? ഹലോ, ആരാധി കേൾക്കുന്നുണ്ടോ? അത് മനസ്സിലായില്ലേ? എനിക്ക് കേൾക്കുന്നില്ലല്ലോ. ഹലോ, ഇപ്പൊ കേൾക്കാം, മൊത്തമായിട്ട് കേൾക്കുന്നില്ല. ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, അപ്പം പോസിറ്റീവ് പ്ലേറ്റിലേക്ക് പോയത് കൊണ്ട് നമ്മുടെ തോംസണിന് മനസ്സിലായി ഈ വന്ന റേസ്, അതായത് ഈ കാഥോഡിൽ നിന്ന് എമിറ്റ് ആയ കാഥോഡ് റേസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും.
ഓക്കെ, കാരണം അവർ പോസിറ്റീവിന്റെ അടുത്തേക്കാ പോകുന്നത്. അപ്പൊ അവർ ഓപ്പോസിറ്റ് ചാർജുകാരായിരിക്കും, നെഗറ്റീവുകാരായിരിക്കും. ഓക്കെ, ആ നെഗറ്റീവ് ആൾക്കാരെ കാഥോഡ് റേസ് എന്ന് പറയാൻ കാരണം കാഥോഡിൽ നിന്ന് എമിറ്റ് ഔട്ട് ചെയ്തോ ആനോഡിലേക്ക് പോകുന്നതുകൊണ്ട് കാഥോഡ് റേസ് എന്ന് പേരിട്ടു. ഈ കാഥോഡ് റേസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് അവരെ ഇലക്ട്രോൺസ് എന്ന് പറയും. ഓക്കെ, ഇലക്ട്രോൺസ്. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ തോംസന്റെ മോഡലിൽ തോംസന്റെ ഈ കാഥോഡ് റേ എക്സ്പെരിമെന്റ് ചെയ്ത് തോംസൺ കണ്ടുപിടിച്ച തോംസന്റെ ഏറ്റവും വലിയ ഡിസ്കവറി ആണ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ്. അപ്പൊ എല്ലാ ആറ്റത്തിന്റെ അകത്തും ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനിയുണ്ട്, പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്, അത് വേറെ ആൾക്കാർ കണ്ടുപിടിച്ചു. ജെ തോംസൺ കണ്ടുപിടിച്ച ഇലക്ട്രോൺസാ. അപ്പൊ ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചോണ്ട് ഇതുവരെ എക്സിസ്റ്റ് ചെയ്ത ആറ്റം മോഡൽ ഏതാ? ഡാൾട്ടന്റെ ആറ്റം മോഡൽ അല്ലേ? അതായത് ജസ്റ്റ് സ്പിയേഴ്സ് ആണ് നമ്മുടെ ആറ്റം എന്ന് പറഞ്ഞത്, അതിന്റെ അകത്ത് ഇനി ഒന്നുമില്ലാന്ന്. പക്ഷെ കാഥോഡ് റേ എക്സ്പെരിമെന്റ് ചെയ്യുന്ന നമ്മുടെ തോംസൺ ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചു. ഓക്കെ, അതായത് ഈ ആറ്റത്തിന്റെ അകത്ത് ഒരു സാധനം ഉണ്ട്. അത് കണ്ടുപിടിച്ചപ്പോ ഇനി തോംസൺ എന്ത് ചെയ്യണം? ഒരു ആറ്റം മോഡൽ ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം. അതായത് ഡാൾട്ടന്റെ ആറ്റം മോഡൽ പോലെയല്ല, ഞാൻ പറഞ്ഞ പോലെയാണെന്ന് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ തോംസൺ പറഞ്ഞ പോലെ. അപ്പൊ തോംസൺ എന്ത് ചെയ്യും? തോംസൺ ഒരു ആറ്റം മോഡൽ ഉണ്ടാക്കും. ആ ആറ്റം മോഡലാണ് നമ്മുടെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ. ഓക്കെ, വാട്ടർമെലൺ മോഡലിനോട് കമ്പയർ ചെയ്തു. എവിടെയാ ക്വസ്റ്റ്യൻ? ഒരു മിനിറ്റ്. വാട്ടർമെലൺ മോഡലിനോട് തോംസൺ ഇതിനെ കമ്പയർ ചെയ്തു. അതായത് നമ്മുടെ വാട്ടർമെലൺ. അപ്പൊ ആരാധിക്ക് എന്ത് പറയാം? തോംസൺസ് മോഡൽ ഓഫ് ആറ്റത്തിനെ പറ്റി അതിന്റെ ഒബ്സർവേഷൻ ചോദിക്കുമ്പം ആരാധിക്ക് ഈ കാഥോഡ് റേയുടെ ഒബ്സർവേഷൻ എഴുതാം. അതായത് തോംസൺ ഈ എക്സ്പെരിമെന്റ് പെർഫോം ചെയ്തപ്പം he noticed that some of the rays from cathode move towards anode. അതായത് നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന് കുറച്ച് റേസ് ഇറ്റ് മൂവ് towards പോസിറ്റീവ് പ്ലേറ്റ്. So he called these these rays as cathode rays as it was emitted from the cathode, and ഇവർ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിരിക്കും. അതായത് ഇവർക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുന്നത്. അവരെ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു. അതാണ് ഒബ്സർവേഷൻ. Okay, with this observation Thomson made his atom model. ആ ആറ്റം മോഡലാണ് നമ്മുടെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് നമുക്ക് പോസ്റ്റുലേറ്റ്സിൽ എന്ത് പറയാം? ആറ്റം മോഡലിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ഒരു ഡൗട്ട്, പോസ്റ്റുലേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? പോസ്റ്റുലേറ്റ്സ് അതാ ഞാൻ പറഞ്ഞത്. പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡാൾട്ടന്റെ മോഡൽ എന്താണെന്ന് ഡാൾട്ടൺ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളില്ലേ? അതായത് ഡാൾട്ടൺ പറഞ്ഞു എന്റെ ആറ്റംസ് എല്ലാം സ്പിയേഴ്സ് ആയിട്ടാണ്. ഓക്കെ, അതിനെ ഇനി നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റിന് സെയിം പ്രോപ്പർട്ടി ആണുള്ളത്. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റിന് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. അതായത് ആ ഡാൾട്ടന്റെ ഫൈൻഡിങ്സിനെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നു. ഓക്കെ, ഡാൾട്ടന്റെ ആറ്റം മോഡൽ ഇങ്ങനെയാണെന്ന് സ്റ്റേറ്റ് ചെയ്യുന്നു. അതാണ് പോസ്റ്റുലേറ്റ്സ്. അപ്പൊ തോംസന്റെ ആറ്റം മോഡൽ എങ്ങനെയാ തോംസൺ സ്റ്റേറ്റ് ചെയ്തേ? മൈ ആറ്റം മോഡൽ ഇസ് ലൈക്ക് ദിസ്. ഹി കമ്പയർഡ് ഇറ്റ് വിത്ത് വാട്ടർമെലൺ മോഡൽ. അത് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. തോംസൺ കമ്പയർഡ്, അത് ഇവിടെ സ്ലൈഡ് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ? തോംസൺസ് ആറ്റം മോഡല് പോസ്റ്റുലേറ്റ്സ് എന്താന്ന് ചോദിച്ചാൽ ആ ആറ്റം മോഡൽ എങ്ങനെയാന്ന് ആരാധ്യയുടെ വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ആറ്റം, അതായത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് തോംസൺ കമ്പയർഡ് ഹിസ് ആറ്റം മോഡൽ വിത്ത് എ വാട്ടർമെലൺ, അല്ലെങ്കിൽ ഒരു പ്ലം പുഡിംഗ് മോഡൽ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തു. ഓക്കെ, ദി ആറ്റം ഇസ് എ സ്പിയർ ഓഫ് പോസിറ്റീവ് ചാർജ് just like how the red part in watermelon, or he compared the positive charge of the atom to the red part of the watermelon. Okay, pinne the seeds of the watermelon, black seeds, he compared it to the electrons of the atom. Okay, so atom is a positive sphere having some negative charges inside it or having some electrons inside it, and the electrons are embedded inside this atom in such a way that how much is the positive charge, അത്ര തന്നെ there should be the negative charge. ഓക്കെ, അങ്ങനെ ആവുമ്പം ആറ്റം ന്യൂട്രൽ ആവും. പോസിറ്റീവ് ചാർജ് കൂടുതലില്ല, നെഗറ്റീവ് ചാർജ് കൂടുതലില്ല. എന്തോരം റെഡ് പാർട്ട് വാട്ടർമെലണിലുണ്ട് അതിനെ തന്നെ ന്യൂട്രൽ ഈക്വൽ ആക്കുന്ന വിധത്തിൽ ഈ ബ്ലാക്ക് സീഡ്സും അതിൻ്റെ അകത്ത് ഉണ്ടാവും.
ഓക്കെ, അതുപോലെയാണ് നമ്മുടെ ആറ്റവും ഇരിക്കുന്നത്. ഓക്കെ, ആറ്റത്തിൽ കുറെ പോസിറ്റീവ് പാർട്ട് ഉണ്ട്, ഇലക്ട്രോൺസും അതിനകത്തുണ്ട്. പക്ഷെ എന്തോരം പോസിറ്റീവ് ചാർജസ് ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രോൺസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ചാർജ്. അപ്പൊ ആറ്റം ന്യൂട്രൽ ആണ്. അതൊരു പോസ്റ്റുലേറ്റ്. ഇതാണ് പോസ്റ്റുലേറ്റ്. നമ്മൾ അത് ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യം ആ വേർഡ്സിലേക്ക് എഴുതുക. അതായത് തോംസന്റെ മോഡൽ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലായി? ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിച്ച് ഇസ് ഈക്വൽ ടു ആറ്റം ന്യൂട്രൽ. അതാണ് തോംസന്റെ പോസ്റ്റുലേറ്റ്. തോംസന്റെ ലിമിറ്റേഷൻ എന്താന്ന് ചോദിച്ചാൽ എന്താ? തോംസന് ഫർദർ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ആറ്റം മോഡൽ മാറിയല്ലോ, അടുത്ത ആറ്റം മോഡൽ വന്നില്ലേ? അപ്പൊ അങ്ങനെ ആറ്റം മോഡൽ വേറൊരെണ്ണം വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തോംസൺ പറഞ്ഞത് തെറ്റായതുകൊണ്ടല്ലേ? അല്ലെ? തോംസൺ പറഞ്ഞത് പല കാര്യങ്ങളും തോംസണിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്തൊക്കെയാണ് തോംസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്? അതാണ് ലിമിറ്റേഷൻസ്. ഓക്കെ, ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇസ് നോട്ട് എക്സ്പ്ലെയിൻ. അതായത് ഈ പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കൂടെ എങ്ങനെയാ ഇരിക്കുന്ന ഒരു ആറ്റത്തിന്റെ അകത്ത്? നമുക്കറിയാലേ, പ്രോട്ടോൺസും മീൻസ് ഇലക്ട്രോൺസും പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ അട്രാക്ഷൻ ഒക്കെ നടക്കില്ലേ? അപ്പൊ ഇതിനെ പറ്റി അങ്ങനെയാകുമ്പം ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഒക്കെ എങ്ങനെയാ അട്രാക്ട് ചെയ്യാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ ഇവര് തമ്മിലുള്ള ആ ഫോഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല. ജസ്റ്റ് എന്താ തോംസൺ എക്സ്പ്ലെയിൻ ചെയ്തേ? ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. എന്തോരം പോസിറ്റീവ് ചാർജ് ഉണ്ട് അത്ര തന്നെ നെഗറ്റീവ് ചാർജും അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എങ്ങനെയാണ്, ഹൗ ഇറ്റ് ഇസ് ടുഗെദർ ഹോൾഡഡ് ഇൻ ആൻ ആറ്റം, ഇതിനെപ്പറ്റി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ തോംസണിന് പറ്റിയില്ല. അതാണ് തോംസന്റെ ലിമിറ്റേഷൻ. ഓക്കെ, പിന്നെ റൂദർഫോർഡിന്റെ ചോദിച്ചാൽ എന്ത് പറയാം? നമുക്ക് റൂദർഫോർഡിന്റെ മോഡലിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളെല്ലാം എഴുതാം. റൂദർഫോർഡ് എന്താ ചെയ്തേ? ഫസ്റ്റ് റൂദർഫോർഡ് മെയിൻ ആയിട്ട് ഡിസ്കവർ ചെയ്തത് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്യാനുണ്ടായ ദ എക്സ്പെരിമെന്റ് വിച്ച് ലെഡ് ടു ദിസ് ഡിസ്കവറി ഇസ് ദ ഗോൾഫോയിൽ എക്സ്പെരിമെന്റ്. Rutherford conducted this Guilfoyle experiment in order to test the Thomson's model. തോംസന്റെ മോഡലിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോൾഫോയിൽ എക്സ്പെരിമെന്റ് ചെയ്തത്. സോ ഹി ഒബ്സർവ് സംതിങ്. ആ ഒബ്സർവേഷൻസ് ഒക്കെ അറിയില്ലേ? കുറച്ചു പേര് അകത്തോടെ കടന്നുപോയി, കുറച്ചു പേര് അതെ. അപ്പൊ ആ ഒബ്സർവേഷനിൽ നിന്ന് റൂദർഫോർഡ് ഫൗണ്ട് ഔട്ട് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ ഇസ് ഓൾസോ കോൾഡ് as ന്യൂക്ലിയർ മോഡൽ. ന്യൂക്ലിയർ മോഡൽ എന്ന് പറയും. ഇനി റൂദർഫോർഡ് ഈ ന്യൂക്ലിയസ് വെച്ചിട്ട് എങ്ങനെയാണ് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ ഉണ്ടാക്കിയത്? ആ മോഡൽ എങ്ങനെയാണ് റൂദർഫോർഡിന്റെ? നമ്മൾ തോംസന്റെ പറഞ്ഞ പോലെ റൂദർഫോർഡ് ഇനി ഈ മോഡൽ ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇങ്ങനെ. റൂദർഫോർഡ് ഹി കമ്പയർഡ് ഇറ്റ് വിത്ത് സോളാർ സിസ്റ്റം ബിക്കോസ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. അപ്പൊ സണ്ണ് സോളാർ സിസ്റ്റത്തിന്റെ സെന്ററിലുള്ള പോലെ ഈ നമ്മുടെ ആറ്റത്തിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ന്യൂക്ലിയസിന്റെ ചുറ്റും ഇങ്ങനെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ പ്ലാനറ്റ്സ് ഇല്ലേ, മെർക്കുറി, വീനസ് ഒക്കെ ഈ സണ്ണിന്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്ന പോലെ ന്യൂക്ലിയസ് ഇങ്ങനെ ആറ്റത്തിന്റെ ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ ന്യൂക്ലിയസിന്റെ ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണെന്ന് റൂദർഫോർഡ് കണ്ടുപിടിച്ചു. അതായത് ഇത് ന്യൂക്ലിയസിന്റെ ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ ഓരോ ഷെല്ലിലായിട്ട് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ. നിങ്ങൾക്ക് ആ പിക്ചറും വരച്ചു വെക്കാം. ഓക്കെ, ഇത് ന്യൂക്ലിയസ് ഇത് അതിന്റെ ചുറ്റുമുള്ള ഓരോ ഓർബിറ്റ്സ് ആണ്. നമ്മുടെ സോളാർ സിസ്റ്റം പോലെ അതിന്റെ അകത്തൊക്കെ ഇലക്ട്രോൺസ് ഇതിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ പറയാ ന്യൂക്ലിയസിന്റെ സൈസ് ആറ്റത്തിന്റെ സൈസിനെക്കാട്ടിലും മച്ച് സ്മോളർ. നമുക്ക് ന്യൂക്ലിയസിന്റെ സൈസിനെക്കാട്ടിലും 1,00,000 ടൈംസ് സ്മോളർ. 1,00,000 ടൈംസ് സ്മോളർ ആയിരിക്കും നമ്മുടെ ആറ്റത്തിനെക്കാട്ടിലും ന്യൂക്ലിയസ്. ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആറ്റം ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ₹1 കോയിൻ വെച്ച പോലെ ഉണ്ടാവും ന്യൂക്ലിയസ്. അത്രയും സ്മോൾ ആയിരിക്കും. ഇതാണ് റൂദർഫോർഡിന്റെ ആറ്റം മോഡലിനെ പറ്റി പറഞ്ഞ കാര്യം. ഓക്കെ, ഇതിനും ലിമിറ്റേഷൻ ഉണ്ടായി. ഇതിന്റെ ലിമിറ്റേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സാധനം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനർജി തീരുമല്ലേ? നമ്മളാണെങ്കിലും കുറെ നേരം വട്ടം കറങ്ങിയാൽ നമ്മള് തല ഇറങ്ങി വീഴൂലേ? അതേപോലെ ഇലക്ട്രോൺ ഇങ്ങനെ വട്ടം കറങ്ങുവാണ് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റുമെങ്കിൽ ഫൈനലി ഇതെന്താ, ഇതിന്റെ എനർജി ഫുള്ള് ലൂസായി ഇത് ഇതിന്റെ അകത്ത് വന്ന് വീഴും. ന്യൂക്ലിയസിന്റെ അകത്ത് ഇലക്ട്രോൺ വന്ന് വീണ് കഴിഞ്ഞാൽ ഈ ആറ്റം ബ്രേക്ക് ആവും. ആറ്റം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു സാധനവും സ്റ്റേബിൾ അല്ലല്ലേ? കാരണം എല്ലാ സാധനവും എവറി മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. അപ്പൊ ആറ്റംസിന്റെ ചുറ്റും മീൻസ് ന്യൂക്ലിയസിന്റെ ചുറ്റും ഇങ്ങനെ ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫൈനലി ഇറ്റ് വിൽ ലൂസ് ഇറ്റ്സ് എനർജി. ആറ്റത്തിന്റെ അകത്തേക്ക് ഇലക്ട്രോൺസ് വന്ന് വീഴും. ആറ്റം വിൽ ബ്രേക്ക്. ഇന്ന് കാണുന്ന ഒരു മാറ്ററും ഉണ്ടാവില്ല.
ഒരു സാധനം ഉണ്ടാവില്ല, പെന്നും ലാപ്ടോപ്പും ഒന്നും ഉണ്ടാവത്തില്ല. കാരണം എല്ലാം എവറി മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് റിയാലിറ്റിയിൽ ഹാപ്പൻ ചെയ്യുന്നില്ലല്ലോ. ഇത് റിയൽ ആയിട്ട് ഹാപ്പൻ ചെയ്യുന്നില്ല. കാരണം നമുക്ക് ആറ്റം സ്റ്റേബിൾ ആയിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഒരു പരിപാടി ഇതിന്റെ അകത്ത് ഉണ്ടാവുന്നില്ല, നടക്കുന്നില്ല. എന്തുകൊണ്ടാ നടക്കാത്തത് എന്ന് റൂദർഫോർഡിനോട് ചോദിച്ചു. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാര്. അപ്പൊ റൂദർഫോർഡിന് അതിന് പറയാൻ ആൻസർ ഇല്ല. കാരണം റൂദർഫോർഡിന് അറിയില്ല. റൂദർഫോർഡ് പറഞ്ഞു ഇങ്ങനെ റിവോൾവ് ചെയ്യും, ഇതാണ് എന്റെ മോഡൽ. അങ്ങനെ റിവോൾവ് ചെയ്യുവാണെങ്കിൽ ഇതാണ് സംഭവിക്കേണ്ടത്. ലൈക്ക് ഈ ഇലക്ട്രോൺസിന്റെ എനർജി ഫൈനലി ഇറ്റ് വിൽ ലൂസ് ഇറ്റ്സ് എനർജി, ഇറ്റ് വിൽ ഫോൾ ഇൻ ടു ദ ന്യൂക്ലിയസ്. ഇത് പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ് ഇൻ റിയൽ. അത് റൂദർഫോർഡിന് എന്തുകൊണ്ട് വൈ ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ് ഇൻ റിയൽ ലൈഫ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായിരുന്നു റൂദർഫോർഡിന്റെ ലിമിറ്റേഷൻ. റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ ഫ്ലോപ്പ് ആവാനുള്ള കാര്യം അതായിരുന്നു. റൂദർഫോർഡിന് ഈ പറഞ്ഞ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അടുത്ത ആൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. ആ ആള് നമ്മളെ നെക്സ്റ്റ് ക്ലാസ്സിലാ പഠിക്കുക. ഇതുവരെ ഉള്ളത് മനസ്സിലായോ? അപ്പൊ ഒന്നുമില്ല, പോസ്റ്റുലേറ്റ് എന്താന്ന് ചോദിച്ചാൽ ആ സ്റ്റേറ്റ്മെന്റ്സ് എഴുതുക. ഓക്കെ, പോസ്റ്റുലേറ്റ്സ് ഡാൾട്ടന്റെ സ്റ്റേറ്റ്മെന്റ്സ് എഴുതുക. സ്പിയേഴ്സ് ആണ്, ഐഡന്റിക്കൽ ആണ്, കട്ട് ചെയ്യാൻ ഇനി പറ്റത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലിമിറ്റേഷൻ ചോദിച്ചാൽ എന്തുകൊണ്ട് ഇതെല്ലാം ഫ്ലോപ്പ് ആയി പോയി. പിന്നെ ഒബ്സർവേഷൻ ചോദിച്ചാല് എന്തൊക്കെയാ അവരൊരു എക്സ്പെരിമെന്റ് നിന്ന് അവർ നോട്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാ, കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണോ, ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നെഗറ്റീവ് ചാർജ് ആണ്, ഈ നെഗറ്റീവ് ചാർജുകാരെ വെച്ചൊരു ആറ്റം മോഡൽ ഉണ്ടാക്കി. ഇതൊക്കെയാണ് ഒബ്സർവേഷൻസിൽ വരിക. ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ബൈ ബൈ ആരാധ്യ.